ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ആർട്സ് വിത്ത് മൈഫിൻ്റെ ഒരു പുതിയ സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഗുഡ് മോർണിംഗ് സൂര്യ സർ. ഹാപ്പി മോർണിംഗ് ജാസ്മിൻ. സർ, ഏതായാലും ഇന്ന് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് മിനിറ്റിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്ന് നോക്കാം. 25,436 എന്നുള്ള ഒരു ലെവൽ ടെസ്റ്റ് ചെയ്തിരിക്കുകയാണ് നിഫ്റ്റി. 100-ലധികം പോയിന്റുകളുടെ ഒരു മുന്നേറ്റം ആദ്യ മിനിറ്റിൽ തന്നെ പ്രകടമാകുന്നുണ്ട്. ഇപ്പോഴും 25,400 എന്നുള്ളൊരു ലെവൽ സസ്റ്റെയിൻ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇൻഡെക്സുകളിലൊക്കെ തന്നെ വളരെയധികം ഒരു പോസിറ്റിവിറ്റി കാണുന്നു. ഏറ്റവും അധികം ഈ മിനിറ്റിൽ മുന്നേറ്റം രേഖപ്പെടുത്തുന്നത് 1% മീഡിയ റിയൽറ്റി മേഖലകളിലൊക്കെ തന്നെ ഒരു മുന്നേറ്റമുണ്ട്. ഇന്നലെ ഒരു ഔട്ട് പെർഫോമൻസ് നടത്തിയ റിയൽറ്റി സെക്ടർ ഇന്നും അത് കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് വേണം പറയാനായിട്ട്. റിസൾട്ടുകൾക്ക് പിന്നാലെ ഇപ്പോൾ ആക്സിസ് ബാങ്കാണ് നിഫ്റ്റി 50യുടെ ഒരു ടോപ്പ് ഗെയിനർ ആയിട്ടുള്ളത്. ഏതാണ്ട് 3% നിൽക്കുന്ന ഒരു മുന്നേറ്റമാണ് നിഫ്റ്റി ആക്സിസ് ബാങ്കിൽ നമുക്കിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം അദാനി എൻ്റർപ്രൈസസ് 1.5% നേട്ടം രേഖപ്പെടുത്തുന്നു. അദാനി പോർട്സ് 1.5% തന്നെ നേട്ടം നൽകുന്നുണ്ട്. HDFC ലൈഫാണ് ഇന്നൊരല്പം ലാഗ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക്, 2.5% ഇടിവ് രേഖപ്പെടുത്തുകയാണ്. ഇനി പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള അപ്ഡേറ്റ്സ് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അതായത് ഇന്ത്യ റഷ്യൻ ക്രൂഡ് വാങ്ങുന്നത് നിർത്താം എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിനോട് പറഞ്ഞതായിട്ടാണ് ഒരു കമൻറ്റ് വന്നിരിക്കുന്നത്. അദ്ദേഹം അവകാശപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണ്. അതായത് ഈ ഒരു പൂർണ്ണമായി ഒഴിവാക്കാൻ അല്പം സാവകാശം ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും അത് നടപ്പാക്കുമെന്നുള്ള നിലയിലേക്കാണ് ഒരു കമൻറ്റ് വന്നിരിക്കുന്നത്. സുരജ് സാർ, എന്തായാലും ഈ ഒരു അവകാശവാദമൊന്നും ഇന്ത്യ സ്ഥിരീകരിച്ചിട്ടില്ല. കാരണം ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വസ്തുത വരാനുള്ള ചാൻസ് ഉണ്ടോ? കാരണം കംപ്ലീറ്റ്ലി അങ്ങനെ അവോയ്ഡ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ഒഴിവാക്കലിലേക്ക് ഇന്ത്യ പോകാനുള്ള ഒരു സാധ്യത വളരെ കുറവുമാണ്. ജാസ്മിൻ, ആദ്യം തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ആക്സിസ് ബാങ്ക് ഇന്ന് പോസിറ്റീവ് ആവാൻ കാര്യം നമ്മളിപ്പോൾ റിസൾട്ട് നോക്കുകയാണെങ്കിൽ ശരിക്കും നമ്മൾ റിസൾട്ടിൽ ഏതൊരു പ്രേക്ഷകൻ അല്ലെങ്കിൽ ഏതൊരു റിസർച്ച് ഹൗസും നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും റിസൾട്ട്സ് അത്ര നന്നായിരുന്നില്ല. റിസൾട്ട്സ് വളരെ ഡിസപ്പോയിൻറ്റിങ് എന്നുള്ളതാണ്. കാര്യം വെച്ചാൽ ഇപ്പോൾ JP മോർഗൻ തന്നെ അവരുടെ ഒരു റിപ്പോർട്ട് ഞാൻ വായിക്കുകയുണ്ടായി. അതിൽ അവർ പറഞ്ഞിരിക്കുന്ന ടാർഗറ്റ് 1260 ആണ്. അതായത് വലിയ രീതിയിലുള്ള റൈസ് ഒന്നും അതിനകത്ത് പറയുന്നില്ല. അവർ പറയുന്ന Q2 എന്ന് പറയുന്നത് ഒരു മിസ്സാണ് എന്ന് തന്നെയാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഭയങ്കരമായിട്ട് കോർപ്പറേറ്റ് ലോൺസിന് ഒരു ഹയർ പ്രൊവിഷൻ അവർ വെച്ചു. അതൊരു കോർപ്പ് ലോൺസ്, അതായത് കോർപ്പറേറ്റ് ലോൺസ് അല്ല, അതായത് ക്രോപ്പ് അഗ്രികൾച്ചർ സെക്ടറിൽ വെച്ചിരിക്കുന്ന ലോണിന് ഒരു ഹയർ പ്രൊവിഷൻ അവർ വെച്ചു എന്നുള്ളത് കാരണം ആ ഒരു വൺ ടൈം അഫെയർ കാരണം റിസൾട്ട്സ് ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു ഒരു റീസൺസ്. രണ്ടാമത്തെ കാര്യം അവർ പറഞ്ഞു വെച്ചാൽ എന്നാൽ അസറ്റ് ക്വാളിറ്റി നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു എന്ന്. പിന്നെ ഈ കാസ, അതായത് കറണ്ട് അക്കൗണ്ട് റേഷ്യോ ടു സേവിങ്സ് അക്കൗണ്ട്, കാസ എന്ന് പറയുന്നത് അത് തമ്മിലുള്ള ഒരു ബന്ധമാണ്. അതും വീക്കായിരുന്നു ഡ്യൂ ടു ലോവർ ഗവൺമെൻറ് ബാലൻസസ്. അതായത് ഗവൺമെൻറ് കീപ്പ് ചെയ്യുന്ന അക്കൗണ്ടിലെ ബാലൻസുകൾ ലോവർ ആയത് കാരണം കാസ, കറണ്ട് അക്കൗണ്ട് ടു സേവിങ്സ് അക്കൗണ്ട് എന്ന് പറയുന്ന ആ പാരാമീറ്ററും ചെറുതായിട്ട് വീക്കായിരുന്നു എന്നുള്ള. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ റിസൾട്ട്സിൽ നമ്മൾ തിരിച്ചും മറിച്ചും നോക്കുകയാണെങ്കിൽ ഒരു എൻകറേജ്മെൻറ്റും അതിനകത്ത് കാണുന്നില്ല. ബട്ട് എന്തായിരിക്കാം ഈ ആക്സിസ് ബാങ്കിനെ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വെച്ചാൽ വാലുവേഷൻസ്. ആ വാലുവേഷൻസ് വെച്ചാൽ ഞാനിപ്പോൾ ഇന്ന് രാവിലെ തന്നെ എഴുതി വെച്ചൊരു കാര്യം ഞാൻ ആക്ച്വലി കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറയാമെന്ന് വിചാരിച്ചാണ്. ബട്ട് ആക്സിസ് ബാങ്ക് തന്നെ അത് കയറി നിൽക്കുന്നുണ്ട്, അത് പറയാതിരിക്കാൻ ഒക്കില്ല. അതായത് FY27 എക്സ്പെക്റ്റഡ് പ്രൈസ് ടു ബുക്കിൻ്റെ 1.4 ടൈംസിൽ ട്രേഡ് ചെയ്യുക ആക്സിസ് ബാങ്ക് എന്ന് പറയുന്നത് റിലേറ്റീവ്ലി ചീപ്പർ ആയിട്ടുള്ള ഒരു വാല്യുവേഷൻ. അപ്പോൾ ഈ വാല്യുവേഷൻ്റെ കംഫർട്ട് തന്നെ ആയിരിക്കണം റിസൾട്ട്സ് മോശമായിട്ട് പോലും ആക്സിസ് ബാങ്ക് ഇന്ന് പ്ലസ് ആയിട്ട് കാണുന്നത് എന്നുള്ളത് ആദ്യം തന്നെ ഞാൻ ഒന്ന് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞു വയ്ക്കാം. സിൻസ് ജാസ്മിൻ അത് കോട്ട് ചെയ്തുകൊണ്ട് ഞാനൊന്ന് പറയണമെന്ന് ഞാൻ വിചാരിച്ചു എന്നുള്ളതാണ് അത് ആദ്യത്തെ കാര്യം. പിന്നെ നമുക്ക് ഈ പറയുന്ന പോലെ ഈ ഒരു ഫെസ്റ്റീവ് ചിയർ നമുക്ക് അടുത്തെത്തി. ദീപാവലി ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ ദീപാവലി ആഘോഷിച്ച് തുടങ്ങും. ആ ദിവാലിക്ക് ട്രംപിൻ്റെ വക ഒരു ഗിഫ്റ്റ്, ദിവാലി ഗിഫ്റ്റ് നമുക്ക് ഉണ്ടാവുമോ എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. ഞാൻ ആക്ച്വലി ഐ ആം സ്റ്റിക്കിംഗ് മൈ നെക്ക് ഔട്ട് ആൻഡ് ഇതൊരു വൈൽഡ് ഗസ്സാണ്. ഞാൻ തെറ്റാനാണ് 99% ചാൻസും. ആ US ഇന്ത്യ ടാരിഫിൻ്റെ ഇഷ്യൂ അതിൻ്റെ ഒരു ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് ഇനിയൊരു 10-25-30 ദിവസത്തിനുള്ളിൽ എത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാര്യം ഒരുപാട് കാര്യങ്ങൾ, അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നത് ചൈനയും US തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്ട്രെയിൻഡ് ആയി എന്നുള്ളത്. നമുക്കത് പറയാൻ പാടില്ല. ഇന്ന് വേറൊരു സാധനം ചെയ്യണത് മറ്റതിന് വളമാവും എന്ന് പറയുന്ന പോലെ, അതായത് ഇപ്പം ചൈന കാണിക്കുന്ന കാട്ടായം, എസ്പെഷ്യലി റെയർത്തിലാണെങ്കിലും അവരെ പോർട്ട് ഫീ വെച്ചിട്ട് അമേരിക്കൻ ഷിപ്സിന് കൊടുത്തിരിക്കുന്ന ആ ഒരു സാങ്ഷൻസ് ആണെങ്കിലും ഇതെല്ലാം തെളിയിക്കുന്നത് വെച്ചാൽ ഏഷ്യ പസഫിക്കിൽ ഈ പറയുന്ന പോലെ ഒരു ഇന്ത്യയുടെ സഹായം US ആവശ്യമുണ്ട് ചൈനയെ എതിർക്കാൻ എന്നുള്ള രീതിയിലാണ്. കാര്യം നമുക്കറിയാലോ, ഇപ്പോൾ
രസകരമായിട്ടുള്ള കാര്യം നമ്മൾ പറഞ്ഞ സെക്ടർ തന്നെയാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് ഈ ഷിപ്പിങ്ങിനാണല്ലോ ഇപ്പോൾ പ്രശ്നം. റെയർ എർത്ത് മിനറൽസ്, മാഗ്നറ്റ്സ്, ചിപ്സ്, സെമി കണ്ടക്ടർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡിസ്കഷൻ ഹാപ്പൻ ചെയ്യുന്നത് ഒന്ന് സോയാബീനിലും ഒന്ന് ഈ പറയുന്ന പോലെ ഷിപ്പിംഗ് സെക്ടറിലാണ്. ആ ഷിപ്പിംഗ് സെക്ടറിലാണ് US ബിൽറ്റ് വെസൽസിന്, അത് സൗത്ത് കൊറിയൻ കമ്പനിയുടെ കീഴിൽ വരുന്ന US-ന്റെ 5 സബ്സിഡറീസ് ആണെങ്കിലും ശരി, ചൈന അവരുടെ പോർട്ടിൽ സാങ്ഷൻസ് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പോർട്ട് ഫീ വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ US-ന്റെ ട്രേഡ് നന്നാവണമെന്നുണ്ടെങ്കിൽ US ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രി നന്നാവണം. അതിൽ കൊറിയയുടെ മേലിലാണ് ചാരി നിന്നിരുന്നത് എന്നുള്ള. കൊറിയയ്ക്കാണെങ്കിൽ ഒരുപാട് US ആയിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ചൈന റെസ്ട്രിക്ഷൻസ് US-ന് കൊണ്ടുവരികയാണെങ്കിൽ കൊറിയ ഇതിൻ്റെ ഇടയിൽ കിടന്ന് ചോക്കി. അപ്പൊ ഇതൊന്നും ബന്ധമില്ലാത്ത ഒരു രാജ്യം എന്ന് പറയുന്നത് ജപ്പാനും ഇന്ത്യയാണ്. ആ ജപ്പാനും ഈ പറഞ്ഞ പോലെ ചൈനയായിട്ട് US ആയിട്ട് നല്ല റിലേഷൻഷിപ്പ് ട്രേഡിലുണ്ട്. അതായത് മാരിടൈം ട്രേഡിലുള്ളതുകൊണ്ട് പല സാങ്ഷൻസും ജപ്പാൻ മേലും വരാനുള്ള ചാൻസസ് വളരെ ഹൈ. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മുടെ ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രി ഒന്നും അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ US ആയിട്ടുള്ളത് വലിയ ബന്ധങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും അതിൻ്റെ കൂടെ തന്നെ അടുത്ത കാലത്ത് ഗവൺമെൻറ് വളരെ ഇത് ആക്ച്വലി ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെയും ഇന്ത്യൻ ബ്യൂറോക്രസിയുടെയും വലിയൊരു വിജയമായിട്ടാണ് കാണുന്നത്. കാര്യം വെച്ചാൽ നമ്മളും പെട്ടെന്ന് വിചാരിച്ചു ലാസ്റ്റ് 5 തൊട്ട് 6 മാസം തൊട്ട് എന്തുകൊണ്ടാണ് ഈ ഷിപ്പിംഗ് സെക്ടറിന് ഇത്രയും വന്നതെന്നല്ല. ആക്ച്വലി ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നേക്കാം. അതായത് എന്നാണോ ട്രംപ് ചൈനീസ് ഷിപ്സിന് US പോർട്സിൽ റെസ്ട്രിക്ഷൻ പറഞ്ഞത്, അതിനുശേഷമാണ് ഞാൻ നോക്കിയപ്പോൾ ഇന്ത്യയിലെ ഷിപ്പ് ബിൽഡിംഗ് സെക്ടർ ഭയങ്കരമായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ എവിടെയോ ഈ ഇക്വേഷനിൽ ഏഷ്യ പസഫിക് റീജിയനിൽ ഒരു ഷിപ്പ് ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു ഷിപ്പിംഗ് സെക്ടറിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് US-ന് ഡിപ്പെൻഡൻസി വരണം അല്ലെങ്കിൽ വരും എന്ന് ഇന്ത്യ പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ആ ഒരു വലിയ ഒരു ഇക്വേഷനിൽ ഇന്ത്യ പെട്ടെന്ന്, ഞാനും ആക്ച്വലി നമ്മളും അത്ഭുതപ്പെടുമല്ലോ. അതായത് ഇത്രയും നാൾ ഇപ്പോഴത്തെ ഗവൺമെൻറ് തന്നെ വന്നിട്ട് ഏതാണ്ട് 10 കൊല്ലമായി ഇതുവരെ ഷിപ്പിംഗ് ഇൻഡസ്ട്രീസ് വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടിയിരുന്നത് കോവിഡ് കഴിയുമ്പോഴായിരുന്നല്ലോ ഈ സപ്ലൈ ചെയിൻ കംപ്ലീറ്റ് ഡിസ്റപ്റ്റ് ചെയ്ത് അങ്ങനെ വരേണ്ട കാര്യം. എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ ഫോറിൻ അഫയേഴ്സ് മിനിസ്ട്രി, പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസും ഇന്ത്യയുടെ ബ്യൂറോക്രാറ്റ്സും ട്രേഡ് ആൻഡ് കോമേഴ്സിൻ്റെ മിനിസ്ട്രി ഒഫീഷ്യൽസും എല്ലാം കൂടെ ഈ ഒരു പോയിന്റ് ആദ്യമേ മനസ്സിലാക്കിയിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഈ പറയുന്ന പോലെ നമ്മൾ, അത് മാത്രമല്ല, ഈ പീയൂഷ് ഗോയലിൻ്റെ സംസാരത്തിൽ നമ്മൾ 3 കാര്യങ്ങളാണ് നമ്മൾ വർക്കൗട്ട് ചെയ്തത്. ഒന്നെന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഓയിലിൻ്റെ പർച്ചേസ് ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യുക. അതായത് കൂടുതൽ നമ്മൾ എന്താ പറയുക US-ൽ നിന്ന് കൂടെ മേടിച്ച് US-നെ സഹായിക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഈ ന്യൂക്ലിയർ പവറിൻ്റെ കാര്യത്തിൽ US ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പ്. മൂന്നാമത്തത് ഷിപ്പ് ബിൽഡിംഗ് ആയിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ ഈ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എവിടെയോ ഒരു സിൽവർ ലൈനിങ് കാണുന്നു. ഇന്ത്യ US ടെൻഷൻസ് മിക്കവാറും അടുത്ത് തന്നെ ആ പ്രശ്നങ്ങൾ, അതായത് ഫോർ US ചൈന ഈസ് എ ലാർജർ എനിമി. അതിനെ ടാക്കിൾ ചെയ്യാൻ ഇന്ത്യയെ പോലത്തെ രാജ്യത്തിന് സഹായമുണ്ട്. അതുകൊണ്ട് ഇന്ത്യയും കൂടെ വെച്ച് വെറുപ്പിക്കണ്ട എന്ന് ഒരു സെന്റിമെന്റ് ഈ പറഞ്ഞ പോലെ US-ൽ എത്തി എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ പീറ്റർ നെവാറോ ആയാലും സ്കോട്ട് ബെസന്റ് ആണെങ്കിലും ഹോവാർഡ് ലുട്നിക് ആണെങ്കിലും പറയുന്ന പോലെ നെഗറ്റീവ്സ് ഒന്നും വരുന്നുമില്ല. എപ്പോൾ നോക്കിയാലും ട്രംപ്, മോഡി ഈസ് മൈ ഫ്രണ്ട്, ഇന്ത്യ ഈസ് എ ഫ്രണ്ട്ലി കൺട്രി, ഇന്ത്യ ഈസ് എ ഗുഡ് കൺട്രി, ഇന്ത്യ ഈസ് എ ഗ്രേറ്റ് കൺട്രി എന്നുള്ള രീതിയിലേക്ക് മാറിയിരിക്കുന്നത്. അതായത് നമ്മുടെ ഡിപ്ലോമാറ്റിക് മൂവ്സും കറക്റ്റായിട്ട് വലിച്ചു വരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ തെറ്റാം, ഞാനൊരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം. കാര്യങ്ങൾ നല്ലതാവണമെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് നല്ലതാണ്. അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ഇൻട്രസ്റ്റ് ഇതിനകത്ത് വരുന്നതെന്നല്ല. ഇനിയിപ്പോൾ നമ്മൾ ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു മിക്സഡ് ഡേ ആയിരുന്നു US മാർക്കറ്റിൽ ഇന്നലെ നോക്കുമ്പോൾ. ഒന്നാമത്തെ കാര്യം US-ഉം ചൈനയും തമ്മിലുള്ള ട്രേഡ് ടെൻഷൻസ് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് US ഗവൺമെൻറ് ഷട്ട് ഡൗൺ ഏതാണ്ട് 15 ദിവസം പിന്നിട്ടിരിക്കുന്നു എന്നുള്ള. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ഏതാണ്ട് ഒരു മിക്സഡ് ഡേ ആയിരുന്നു എന്നുള്ള. ഡൗ ജോൺസ് ഇനിഷ്യലി പോസിറ്റീവിലൊക്കെ ആയിരുന്നെങ്കിലും ക്ലോസ് ചെയ്തത് റെഡിലായിരുന്നു. അതായത് സ്ലൈറ്റ്ലി ഇൻ റെഡ്, അതായത് -0.04% ഡൗൺ ആയിരുന്നു. S&P 500 എന്നാൽ അപ്പായിരുന്നു, 0.4% അപ്പായിരുന്നു. നാസ്ഡാക്ക് 0.66% അപ്പായിരുന്നു എന്നുള്ളൂ. അവിടെ എന്താണെന്ന് വെച്ചാൽ ഈ ഇൻഡിസസ് S&P 500 പൊതുവേ അപ്പാവാനായിട്ടുള്ളൊരു കാര്യം, അവിടെയും ഏർണിംഗ് സീസൺ സ്റ്റാർട്ട് ചെയ്തു, റിസൾട്ടുകൾ വന്നു തുടങ്ങി. ബാങ്കിങ്ങിൻ്റെ റിസൾട്ട്സ് വളരെ നല്ലതായിരുന്നു. ഇപ്പോൾ ഇന്നലെ വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മോർഗൻ സ്റ്റാൻലി ഏതാണ്ട് 6.4% അപ്പായിരുന്നു. ബാങ്ക് ഓഫ് അമേരിക്ക 5.2% അപ്പായിരുന്നു. ഇത് രണ്ടും ഓൺ ദ ബാക്ക് ഓഫ് സ്ട്രോങ് ഏർണിങ്സ് ആണെന്നുള്ളത്. ഇത് തന്നെ ആയിരിക്കണം ഒരു പക്ഷേ S&P 500-നെ ഒന്ന് പൊക്കി നിർത്തിയതെന്നുള്ള. ട്രഷറി ഈൽഡ് ചെറുതായിട്ടൊന്ന് റൈസ് ചെയ്തിട്ട് US 10-year ബോണ്ട് ഈൽഡ് 4.03% ആയിരിക്കുന്നു. ഡോളർ ഇൻഡെക്സ് അറ്റ് 98.5.
ഓയിൽ പ്രൈസസ് കണ്ടിന്യൂസ് ടു ഡിപ്പ്, ഹിറ്റ് 5-month low. അതായത് ബ്രെന്റ് ക്രൂഡ് $61 per barrel ആയിരിക്കുന്നു. Meanwhile, gold rush continues. Gold continues to scale new heights. For the first time in history, gold $4,200 per troy ounce കട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ള, അതായത് ഇൻവെസ്റ്റേഴ്സ് ആർ ഫ്ലോക്കിംഗ് ടു സേഫ് ഹെവൻ അസറ്റ് എന്നുള്ള ട്രേഡ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ഗോൾഡിൻ്റെ മൂവ്മെൻ്റ് അല്ലാതെ വളരെ മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും രാവിലെ ഇന്ത്യൻ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ജാസ്മിൻ പറഞ്ഞ പോലെ തന്നെ US ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് വന്നാണ്. അതായത് അദ്ദേഹം ക്ലെയിം ചെയ്യണമെന്ന് ഇപ്രാവശ്യം ട്രൂത്ത് സോഷ്യലിലൊന്നും അല്ല പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. മറ്റേതെന്ന് പറഞ്ഞാൽ ഈ ട്രൂത്ത് സോഷ്യലിൻ്റെ പോസ്റ്റും ഒരു പ്രസ് മീറ്റിങ്ങിൽ പറയുന്നത് തമ്മിലുള്ള വ്യത്യാസം എന്നറിയോ ഡിപ്ലോമാറ്റിക്കലി? ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റ് അല്ലെങ്കിൽ ഒരു ട്വിറ്ററിലെ പോസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇട്ടിട്ട് അങ്ങ് മാറി നിൽക്കുകയാണ്, അതായത് ഷൂട്ട് ആൻഡ് സ്കൂട്ട്. അതേസമയം പ്രസ് റിലീസ് അല്ലെങ്കിൽ പ്രസ് മീറ്റിങ്ങിൽ പറയുമ്പോൾ അതിന് ഫോളോ അപ്പ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് കാര്യത്തിനും ഡിപ്ലോമാറ്റിക് ലെൻസിൽ കൂടെ നോക്കുമ്പോൾ അതിൻ്റെ റെലവൻസ് വ്യത്യാസമാണ് എന്നുള്ളതാണ്. അപ്പോൾ ട്രംപ് ക്ലെയിം ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ, ട്രംപ് ക്ലെയിം ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു, ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ ഇന്ത്യ ഈസ് എ ഗ്രേറ്റ് കൺട്രി, മോഡി ഈസ് എ ഗ്രേറ്റ് ഫ്രണ്ട് ആസ് യൂഷ്വൽ. അദ്ദേഹം എല്ലാ പഞ്ചസാരയും അതിൻ്റെ മുകളിൽ ഗാർണിഷ് ആയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം. അതിൻ്റെ കൂടെ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഇഫ് അതായത് ഇന്ത്യ ക്രൂഡ് ഓയിൽ റഷ്യയിൽ നിന്ന് മേടിക്കുന്നത് കുറയ്ക്കാം എന്നുള്ളതാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മോഡി പറഞ്ഞത്. അതിന് ചെറിയ പ്രോസസ്സുകളൊക്കെ ഉണ്ട്, ബട്ട് ദാറ്റ് പ്രോസസ് ഇസ് അണ്ടർ വേ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞതെന്ന് പറയാം. അദ്ദേഹം പറയുന്നത് ഇഫ് ഇന്ത്യ ഈസ് നോട്ട് ബൈയിങ് റഷ്യൻ ഓയിൽ, റഷ്യക്ക് ഈ പറഞ്ഞ പോലെ ഈ വാർ സസ്റ്റെയിൻ ചെയ്യാനുള്ള പൈസ ഉണ്ടാവില്ല. അപ്പോൾ അതൊരു വാർ നിർത്താനായിട്ടുള്ള ഒരു കാരണം ആയേക്കാം. അപ്പോൾ ഇന്ത്യയുടെ പർച്ചേസ് നിർത്തുക എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. അത് കഴിഞ്ഞിട്ട് ഈ വാർ റഷ്യ നിർത്തിയതിനു ശേഷം ഇന്ത്യ ക്യാൻ ഗോ ബാക്ക് ടു റഷ്യ ആൻഡ് പർച്ചേസ് മോർ എനർജി ഫ്രം ദെയർ. അപ്പോൾ ഇതാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം. എന്നാൽ ഇന്ത്യൻ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നും വന്നില്ല. അതായത് നമ്മളും ഇത് പ്രതീക്ഷിച്ചിരുന്നു. അതായത് ഈ ടോക്ക് എന്ന് പറയുന്നത് കൊണ്ട് 2-3 പോയിന്റിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളത്. ഇതാണല്ലോ നെഗോസിയേഷൻ്റെ ഏറ്റവും വലിയ പാട്ടെന്ന് പറഞ്ഞാൽ, നമ്മളും അവരും തമ്മിലുള്ള നെഗോസിയേഷനിൽ നമ്മുടെ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എവിടെയൊക്കെ ഒരു എന്താ പറയുക ചെറുതായിട്ടൊന്ന് അയവ് വരുത്താൻ പറ്റും, ആ കാര്യത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഒരു ഡിപ്ലോമസിയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പീയൂഷ് ഗോയലിൻ്റെ സംസാരത്തിൽ നിന്നും മറ്റുള്ള കാര്യങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലായ കാര്യം, ഒന്നാമത്തെ കാര്യം കൂടുതൽ നമ്മൾ ബൈ ചെയ്യാൻ തയ്യാറാണ്. റഷ്യൻ ക്രൂഡ് മാറ്റി വെച്ചിട്ട് കുറച്ച് US-ൻ്റെ ഇതും കൂടെ ബൈ ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. അത് ബൈ ചെയ്യുന്നതോടുകൂടി ഇന്ത്യയും US തമ്മിലുള്ള ട്രേഡ് ഡെഫിസിറ്റിൻ്റെ ഗ്യാപ്പ് കുറയും. നമ്മൾ കൂടുതൽ മേടിക്കുമ്പോൾ കുറയുമല്ലോ. അതാണ് അതിനകത്തുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ന്യൂക്ലിയർ പവറിൻ്റെ കാര്യത്തിൽ അവരായിട്ട് ടൈപ്പ്, അവർക്ക് അത് എക്സ്പെർട്ടീസും ഉണ്ട്. ഇന്ത്യക്കാണെങ്കിൽ ഇത് ആവശ്യമുണ്ട്. US-നെ കൊണ്ട് പണി ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളെ സംബന്ധിച്ച് നല്ലൊരു ഫ്രണ്ടാണ് US എന്ന് പറയുന്ന കൺട്രി. അപ്പോൾ അതും നടക്കും എന്നുള്ള. മൂന്നാമത് നമ്മൾ ഇട്ടുകൊടുത്ത വേറൊരു കാര്യം ഷിപ്പ് ബിൽഡിംഗ് ആയിരിക്കണം എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ എങ്ങനെ സ്പാൻ ഔട്ട് ചെയ്ത് വരാം എന്നുള്ളത് നമുക്ക് നോക്കാം എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ കോമേഴ്സ് മിനിസ്റ്റർ ശ്രീ രാജേഷ് അഗർവാൾ, ഈ രാജേഷ് അഗർവാൾ വാസ് സപ്പോസ് ടു ജോയിൻ, അതായത് ഇന്ത്യൻ ഡെലിഗേഷൻ US-ലേക്ക് പോവുകയാണ്. അതിലേക്ക് തേഴ്സ്ഡേ ജോയിൻ ചെയ്യേണ്ട ആളാണ് രാജേഷ് അഗർവാൾ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു എന്നുള്ളതാണ്. അതായത് ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ ആലോചിക്കുകയാണ് ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ഒന്ന് ഡൈവേഴ്സിഫൈ ചെയ്യണം. അതായത് ക്രൂഡ് ഓയിലും ഗ്യാസിൻ്റെ പ്രൊക്യൂർമെൻറ്റിലും നമുക്ക് ഡൈവേഴ്സിഫൈ ചെയ്യണം. അതായത് ഒരു കൺട്രിയിൽ മെയിൻലി ഡിപ്പെൻഡ് ചെയ്യാതെ പല രാജ്യങ്ങളിൽ നിന്ന് മേടിച്ച് അതൊന്ന് ഡൈവേഴ്സിഫൈ ചെയ്യണമെന്ന് നമുക്കൊന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഫർദർ പർച്ചേസ് ഓഫ് എനർജി പ്രോഡക്ട്സ് സച്ച് ആസ് ക്രൂഡ് ഓയിൽ, ലിക്വിഡ്ഫൈഡ് നാച്ചുറൽ ഗ്യാസ്, അതായത് LNG, പ്രൊപ്പെയിൻ, കോളും നോർത്ത് അമേരിക്കയിൽ നിന്നും നമുക്ക് വേണമെങ്കിൽ ഫർദറായിട്ട് പർച്ചേസ് ചെയ്യാം എന്നാണ് രാജേഷ് അഗർവാൾ പറഞ്ഞു വയ്ക്കുന്നത്. അതിന് അദ്ദേഹം ഒരു ഡേറ്റയും കൂടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതായത് 7-8 കൊല്ലത്തെ ഡേറ്റ, ലാസ്റ്റ് 7-8 കൊല്ലത്തെ ഡേറ്റ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ആവറേജ് ബേസിസിൽ നമ്മൾ US-ൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത എനർജി എന്ന് പറയുന്നത് ഏതാണ്ട് 23 തൊട്ട് 24 ബില്യൺ ഡോളേഴ്സാണ്. ആ 23-24 ബില്യൺ ഡോളേഴ്സിന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാന്നിരിക്കെ അടുത്ത കാലത്ത് അത് പകുതിയായി മാറി. ഏതാണ്ട് 12 ബില്യൺ ടു 13 ബില്യൺ എന്നുള്ള രീതിയിലേക്ക് ആയി. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, അതായത് ഒരു ഹെഡ് റൂം ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് ഡബിൾ ചെയ്ത് കൊടുക്കാം. ഡബിൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പഴയ പൂർവ്വസ്ഥിതിയായ
$23 to $24 billion വരുള്ളൂ എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. അപ്പം നമുക്ക് അതിനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട് എന്നുള്ളത് പറഞ്ഞു വെക്കുന്നു. അതായത് നമ്മൾ പറഞ്ഞല്ലോ, അതായത് ഇന്ത്യയുടെ ക്ലിക്ക് ബെയ്റ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ടെടുക്കുന്ന ആ ഒരു കാര്യങ്ങളിൽ ക്രൂഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആയിരുന്നു എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ എക്കണോമിക് ഇമ്പാക്റ്റ് ആണ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച്, അതായത് എക്കണോമിയെ ഇത് എങ്ങനെ അഫക്റ്റ് ചെയ്യാം. കാര്യം നമുക്ക് ഓൾറെഡി റഷ്യയിൽ നിന്ന് മേടിക്കുന്ന ക്രൂഡ് നമുക്ക് ഡിസ്കൗണ്ടിലാണ് കിട്ടുന്നത്. അടുത്ത കാലത്തായിട്ട് ആ ഡിസ്കൗണ്ട് ഭയങ്കരമായിട്ട് നാരോ ചെയ്ത് വരികയും ചെയ്തു. ഉറാൽ ക്രൂഡ് എന്നാണ് അതിനെ പറയുന്നത്, റഷ്യ URAL, ആ ക്രൂഡാണ് നമ്മൾ മേടിക്കുന്നത്. അപ്പോൾ അത് ഡിസ്കൗണ്ടിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നു. അടുത്ത കാലത്തായിട്ട് ഡിസ്കൗണ്ട് ഭയങ്കരമായിട്ട് കുറഞ്ഞു. ബട്ട് അടുത്ത കാലത്ത് ഈ ഇന്ത്യ ഭയങ്കരമായിട്ട് US-ന് അഗെയിൻ സ്റ്റാൻഡ് എടുത്തല്ലോ. ഞങ്ങളുടെ എനർജി സെക്യൂരിറ്റിയുടെ കാര്യം ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞപ്പോൾ റഷ്യ പറഞ്ഞിരുന്നല്ലോ ഇങ്ങോട്ട്, ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, ഇന്ത്യ വളരെ എന്താ പറയുക ആ കാര്യത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നു, അത് കാരണം ഞങ്ങൾ വേണമെങ്കിൽ ഇനിയും ഡിസ്കൗണ്ട് കൊടുക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയും. അപ്പോൾ റഷ്യയിൽ നിന്ന് സം ആൻഡ് സബ്സ്റ്റൻസ് വെച്ചാൽ റഷ്യയിൽ നിന്ന് കിട്ടുന്ന ക്രൂഡിന് ഒരു ഡിസ്കൗണ്ട് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇതിപ്പോൾ ട്രംപിൻ്റെ പുട്ടിൻ്റെ, അതായത് റഷ്യൻ പ്രസിഡന്റ് പുട്ടിൻ്റെ വാക്കുകളിൽ തന്നെ പറയണമെന്ന് വെച്ചാൽ, ഞങ്ങളിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് മേടിക്കുന്നത് കാരണം ഇന്ത്യ ഏതാണ്ട് $9 to $10 billion സേവ് ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പോൾ ആ ഒരു എന്താ പറയുക, ആ ഒരു കോസ്റ്റ് സേവിങ്സ് ഇമ്പാക്റ്റ് എങ്ങനെയാണ് റഷ്യൻ ക്രൂഡ് ഇമ്പോർട്ട് ചെയ്യണത് കുറച്ച് US-ൽ നിന്ന് കൂടുതൽ ക്രൂഡ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന ഒരു സോഴ്സിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ എന്താ വെച്ചാൽ, പ്രൈസസ് കറക്റ്റ് ആണെങ്കിൽ, അതായത് ഇന്ത്യയുടെ രാജേഷ് അഗർവാൾ ഓൾറെഡി US-ലെത്തി എന്നാണ് അൺകൺഫേം സോഴ്സസ് പറയുന്നത്. അവിടെ ഇന്ത്യൻ ടീം റെഡി ആയിട്ട് നിൽക്കുന്നു. ഏതാണ്ട് ട്രേഡ് നെഗോസിയേഷൻ സ്റ്റാർട്ട് ചെയ്യും. മേ ബി വി വിൽ ബി ലുക്കിംഗ് ഫോർ എ ഡിസ്കൗണ്ട് ഫ്രം US. അത് ഈ ലെവലിൽ തന്നെ കിട്ടുകയാണെങ്കിൽ US-ലെ ഈ പറയുന്ന പോലെ ട്രേഡ് ഡെഫിസിറ്റ് നമുക്ക് കുറയ്ക്കുകയും ചെയ്യാം, ട്രംപിൻ്റെ ഈഗോ ഒന്ന് കുറയ്ക്കുകയും ചെയ്യാം. ഇന്ത്യയെ സംബന്ധിച്ച് റഷ്യയിൽ നിന്ന് കിട്ടുന്ന ഏതാണ്ട് അതൊക്കെ ആ വിലയ്ക്ക് തുല്യമായിട്ട് US-ൽ നിന്ന് കിട്ടുകയാണെങ്കിൽ എക്കണോമിക്സിനും പ്രോബ്ലം ഇല്ലാതെ പോകും എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒന്നാമത്തെ കാര്യം നമ്മൾ നോക്കാൻ നേരത്ത് ഇന്ത്യയുടെ ക്രൂഡ് ഇമ്പോർട്ട് ഉണ്ടല്ലോ റഷ്യയിൽ നിന്ന്, ശരിക്കും പറഞ്ഞാൽ സീക്വൻഷ്യലി നമ്മൾ സെപ്റ്റംബർ നോക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് വെച്ച് നോക്കിയിട്ട് -9% ഓൾറെഡി ഡൗൺ ആയിരുന്നു എന്നുള്ളതാണ്. അതായത് എനിക്ക് തോന്നുന്നു ഏതാണ്ട് സ്റ്റേറ്റ് ഓയിൽ റിഫൈനറീസ് ഉണ്ട്. സ്റ്റേറ്റ് ഓയിൽ റിഫൈനറീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ PSU കമ്പനീസ്, അതായത് IOC, BPCL, HPCL, MRPL, ചെന്നൈ പെട്രോളിയം എന്നിങ്ങനെ കമ്പനികളുടെ റിഫൈനറിയുടെ പർച്ചേസ് ഏതാണ്ട് 38% സെപ്റ്റംബറിൽ കുറഞ്ഞു. അത് കാരണം ഇൻ ടോട്ടോ 9% കുറഞ്ഞു. കാര്യം വെച്ചാൽ ഈ PSU കൂടാതെ നയാര എനർജിയും റിലയൻസും പ്രൈവറ്റുകാരും മേടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ഹെൽസിങ്കി ബേസ്ഡ് എന്ന് പറഞ്ഞാൽ ഫിൻലൻഡിൻ്റെ ക്യാപിറ്റലാണല്ലോ ഹെൽസിങ്കി, ഫിൻലൻഡിൻ്റെ. അവിടെ ബേസ് ചെയ്തിട്ടുള്ള സെൻറ്റർ ഫോർ റിസർച്ച് ഓൺ എനർജി ആൻഡ് ക്ലീൻ എയർ, CREA എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അനുസരിച്ച് റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്ന റിഫൈനേഴ്സ് ചൈനയിലാണ്. ഏതാണ്ട് 32,700 crores ആണ് ചൈന. ദാറ്റ് ദേ ആർ ദ നമ്പർ 1 ഇമ്പോർട്ടേഴ്സ് ഓഫ് റഷ്യൻ ക്രൂഡ്. രണ്ടാമത് വരുന്നതാണ് ഇന്ത്യ. നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞു ഇന്ത്യൻ റിഫൈനേഴ്സ് ഒരു കൊല്ലം ഇമ്പോർട്ട് ചെയ്യുന്നത് 25,500 crores ആണെന്നുള്ളതാണ്. പിന്നെ നമ്മൾ കോളിൻ്റെ കാര്യത്തിലും, കോളും റിഫൈൻഡ് ഫ്യൂവലിൻ്റെ കാര്യത്തിലും ചൈനയാട്ടോ നമ്പർ 1. ചൈന ഇമ്പോർട്ട് ചെയ്യണത് 51,200 crores ആണ്. 51 അല്ല, 56,200 crores ആണ് അവർ ഇമ്പോർട്ട് ചെയ്യണേ. നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് 36,800 crores ആണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലും, അതായത് എന്താ ക്രൂഡ് ആണെങ്കിലും ശരി, റിഫൈൻഡ് ആയിട്ടുള്ള ഫ്യൂവൽ ആണെങ്കിലും ശരി, കോളിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, ചൈന ഫസ്റ്റ്, ഇന്ത്യ സെക്കൻഡ്. മറ്റുള്ള കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്ന മൂന്നാമത്തെ രാജ്യം ടർക്കി, നാലാമത്തെ യൂറോപ്യൻ യൂണിയൻ, അഞ്ചാമത്തെ സൗത്ത് കൊറിയ. ഇങ്ങനെയാണ് ആ ലിസ്റ്റ് കിടക്കുന്നത്. എന്നാലും നമുക്ക് മാത്രമേ ഈ അഡീഷണൽ ആയിട്ടുള്ള ടാരിഫ് ഉള്ളൂ 25% എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്ത്യയുടെ ട്രേഡ് ഡെഫിസിറ്റ് നോക്കുകയാണെങ്കിൽ 13-month ഹൈ ആണ് സെപ്റ്റംബറിൽ വന്നത്. അതായത് ഷാർപ്പ് റൈസ് ഇൻ ബുല്യൻ ഇമ്പോർട്ട്സ്. അതായത് നമ്മളെ സംബന്ധിച്ച് ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രേഡ് ഡെഫിസിറ്റ് എന്ന് സാധാരണ പ്രേക്ഷകരുടെ അറിവിലേക്ക് വരികയാണ്. നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നു, തിരിച്ച് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു. ഇത് തമ്മിലുള്ള ഡിഫറൻസിനാണ് നമ്മൾ പറയുന്നത് ഡെഫിസിറ്റ് അല്ലെങ്കിൽ സർപ്ലസ് എന്ന് പറയും. നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സർപ്ലസ് എന്ന് പറയും. എന്നാൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണത് എക്സ്പോർട്ട് ചെയ്യുന്നതിനേക്കാളും കുറവാണെങ്കിൽ നമ്മൾ ഡെഫിസിറ്റ് എന്ന് പറയും. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ US ആയിട്ട് ട്രേഡ് സർപ്ലസ് ആണ് നമുക്ക് നിൽക്കുന്നത്. അതാണ് ട്രംപായിട്ടുള്ള നമ്മുടെ ഇഷ്യൂ. ഇവിടെ എന്ന് പറഞ്ഞാൽ ടോട്ടലായിട്ട് ഇപ്പോൾ ഇന്ത്യയുടെ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്രാവശ്യം എക്സ്പോർട്ട് ചെയ്തത് കൂടുതലായിരുന്നു. US-ലോട്ടുള്ള എക്സ്പോർട്സ് ഗണ്യമായിട്ട്, എനിക്ക് തോന്നുന്നു ഏതാണ്ട് 12% കുറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. അത് ഗണ്യമായിട്ട് കുറഞ്ഞിരുന്നെങ്കിൽ പോലും ഓവറോൾ ഇന്ത്യയുടെ എക്സ്പോർട്സ് ഭേദപ്പെട്ട രീതിയിൽ കൂടി എന്നുള്ള കാര്യം വാസ്തവം തന്നെയാണ്. പക്ഷേ ഇമ്പോർട്ട് ചെയ്തത് അതിനേക്കാൾ
അതിനേക്കാളിലും കൂടി പോയതുകൊണ്ട് നമ്മൾ നേരെ ഡെഫിസിറ്റിലേക്ക് വന്നിരിക്കുന്നു. ഇമ്പോർട്ട് കൂടുതലാവാൻ കാര്യം എന്ന് വെച്ചാൽ ഗോൾഡും സിൽവറും, അതായത് ബുല്യന്റെ ഇമ്പോർട്ട് വരുമ്പോഴത്തേക്കും അതിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്ത കാരണം വാല്യൂ ടേംസിൽ കൂടുതൽ സാധനങ്ങൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്തതായിട്ട് കണക്കാക്കപ്പെടുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ട്രേഡ് ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വൺ ടൈം ആയിട്ടുള്ള ഗോൾഡിന്റെയും സിൽവറിന്റെയും ഇത് മാറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് ആശ്വാസകരമായിട്ടുള്ള ഡീറ്റെയിൽ ആണ് എന്നുള്ളതാണ്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ എനിക്ക് പറഞ്ഞു വെക്കണമെന്നുണ്ട്. അതായത് പല റിപ്പോർട്ടും ഇപ്പോൾ പറയണത് 2025 കലണ്ടർ ഇയർ തുടങ്ങി ജാനുവരി 1 മുതൽ ഇന്നേക്ക് ഒക്ടോബർ 15 കഴിഞ്ഞ് ഒക്ടോബർ 16 നമ്മൾ കടന്നിരിക്കുന്നു. ഇതിൻ്റെ ഒരു ഫിഗർ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, അതായത് എനിക്കൊരു NSDL ആണ് സാധാരണ ഇതിൽ നിന്നൊക്കെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ BSE 2007 ശേഷമാണ് ഇങ്ങനത്തെ ഡേറ്റാസ് BSE കയ്യിൽ വയ്ക്കുന്നത്. എനിക്ക് തോന്നുന്നു അതിൻ്റെ കൂടെ ഇപ്പോൾ NSDLും കുറേ ഡീറ്റെയിൽസ് ക്യാരി ചെയ്യുന്നുണ്ട്. ഈ പറയാൻ പോകുന്ന കാര്യം അതെന്താണെന്ന് വെച്ചാൽ 2025 കലണ്ടർ ഇയറിൽ ഏതാണ്ട് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഇൻഫ്ലോ, അതായത് ഇന്ത്യയിലുള്ള ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഇക്വിറ്റീസിലേക്കുള്ള ഇൻഫ്ലോ എന്ന് പറയുന്നത് 6 ട്രില്യൺ റുപ്പീസ് ആയിരിക്കും. 6 ട്രില്യൺ റുപ്പീസ് എന്ന് പറഞ്ഞാൽ അതൊരു റെക്കോർഡ് ഹൈ ആണെന്നുള്ളത്. അതായത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് നമ്മൾ പറയുമ്പോൾ ബാങ്ക്സ് ഉണ്ട്, ഡൊമസ്റ്റിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ട്, ന്യൂ പെൻഷൻ സ്കീംസ് ഉണ്ട്, അതുമല്ല മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. ഇവരെല്ലാം കൂടെ കളക്റ്റീവ്ലി ആണ് നമ്മൾ DII അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അവർ ഇന്നേ വരയ്ക്കും, അതായത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒക്ടോബർ 15-16 വരെ നോക്കുകയാണെങ്കിൽ 6 ട്രില്യൺ. ഒന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ കൊല്ലം 2024 സെപ്റ്റംബർ ഒക്ടോബർ വരെ മാർക്കറ്റ് ഭേദമായിരുന്നു. സെപ്റ്റംബർ ഒക്ടോബർ മുതലാണ് മാർക്കറ്റ് ഡൗൺ ആയത്. എന്നാൽ പോലും 5.26 ട്രില്യൺ ആയിരുന്നു ഫുൾ കലണ്ടർ ഇയർ. ഇന്നിപ്പോൾ നമ്മൾ ഒക്ടോബറിൻ്റെ മിഡിൽ ആയപ്പോഴത്തേക്കും നമ്മളത് 6 ട്രില്യൺ കഴിഞ്ഞു. മറ്റത് 5.26 ട്രില്യൺ കഴിഞ്ഞ കൊല്ലം എന്നുള്ളത്. അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ FY25 മാത്രം FIIs പിൻവലിച്ചത് 2.3 ട്രില്യൺ ആണ്. 2.3 ട്രില്യൺ FIIs പിൻവലിച്ചപ്പോൾ നമ്മുടെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതാണ്ട് 6 ട്രില്യൺ മേടിച്ചു എന്നുള്ളത്. അപ്പോൾ ഈ പറയുന്ന പോലെ ഇവർ FIIs സെല് ചെയ്തത് ആര് മേടിച്ചു എന്നുള്ളത് ക്ലിയർ ആയി എന്നുള്ളതാണ് അതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ FIIസിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അവർ പുൾ ഔട്ട് ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോൾ ഈ ഏഷ്യൻ റീജിയനിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യ, വിയറ്റ്നാം, ജപ്പാൻ, ഇവിടെ നിന്നാണ് അവർ കൂടുതൽ FIIs പുൾ ഔട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ എങ്ങോട്ടാണ് അവർ കൂടുതൽ ഇട്ടിരിക്കുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ US, ചൈന, ജർമ്മനി എന്നിങ്ങനെയുള്ള മാർക്കറ്റിലാണ് ഇട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് മാത്രമല്ല, FIIs ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് 2 ട്രില്യൺ പിൻവലിക്കുമ്പോൾ പോലും ഏതാണ്ട് 49,000 crores to 50,000 crores അവർ പ്രൈമറി മാർക്കറ്റ് IPOയിൽ ഇട്ടിട്ടുള്ളത്. അതായത് IPO എന്തുകൊണ്ട് കയറുമെന്ന് വെച്ചാൽ FIIസിൻ്റെ മണി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നാൽ നമ്മുടെ സെക്കൻഡറി മാർക്കറ്റ് നമ്മളെല്ലാം ഈ സ്ക്രീനിൽ കാണുന്ന നമ്മളെല്ലാവരും ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റിനെ നമ്മൾ സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയും. IPO എന്ന് പറയുന്നത് നമ്മൾ പ്രൈമറി മാർക്കറ്റ്. IPOയിൽ FII വീണ്ടും ബയറാണ്. എന്നാൽ സെക്കൻഡറി മാർക്കറ്റിൽ നെറ്റ് സെല്ലേഴ്സ് ടു ദ ട്യൂൺ ഓഫ് 2 crore, അത് ബൈ ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ടു ദ ട്യൂൺ ഓഫ് 6 ട്രില്യൺ ആസ് ഓഫ് നൗ. ഇത് എത്ര വരും ഇയർ എൻഡ് ആവുന്നുള്ളത് നമുക്ക് നോക്കാമെന്നുള്ളതാണ്. ഇന്ത്യൻ റുപ്പിയെ സംബന്ധിച്ച് ഇന്നലെ ഒക്ടോബർ 15 എന്ന് പറഞ്ഞാൽ 4 മാസത്തിന് ശേഷം ഏറ്റവും ബെസ്റ്റ് ഡേ ആയിരുന്നു എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, RBI നല്ല ഹെവി ഇൻ്റർവെൻഷൻ, അതായത് നല്ല രീതിയിൽ ഡോളർ സെല്ല് ചെയ്തിട്ടാണ് അത് നിർത്തിയെന്നുള്ളത്. ഇന്നലെ അത് അപ്രീഷിയേറ്റ് ചെയ്ത് 0.7%, ഏതാണ്ട് 88.07%, 88.07 എന്ന് പറയുന്ന ലെവലിൽ റുപ്പി സെറ്റിൽ ചെയ്തു എന്നുള്ളതാണ്. അതായത് 0.7% കഴിഞ്ഞാൽ 4 മാസത്തെ ഏറ്റവും ബെസ്റ്റ്. ഞാൻ ഈ പറയുന്നത് എന്തിനാണെന്നറിയോ, നമ്മൾ ഈ പറയുമ്പോൾ നമ്മളൊരു ന്യൂസായിട്ട് റിപ്പോർട്ട് ചെയ്യല്ല. നമ്മൾ ഈ ഹാൻഡ് ഓവർ ഡീറ്റെയിൽസും ഈ ചെറിയ മാക്രോ എക്കണോമിക് ഡീറ്റെയിൽസും പറയണമെന്ന് വെച്ചാൽ ദ ചേഞ്ചിങ് സിറ്റുവേഷൻ. അതായത് നമ്മളിപ്പോൾ ഒരു കാലാവസ്ഥയെക്കുറിച്ച് പറയില്ലേ, ഉച്ചയ്ക്ക് നല്ല ചൂടുണ്ട്, അതിൻ്റെ അർത്ഥം വൈകുന്നേരം മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. വൈകുന്നേരം അടുത്ത് വരുമ്പോൾ ഒന്ന് ആകാശം മേഘാവൃതമായി കിട്ടുന്നു, സൂര്യൻ്റെ എഫക്റ്റൊക്കെ ഒന്ന് കുറയുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നു വൈകുന്നേരത്തോടുകൂടി ലേറ്റ് ഈവനിങ്ങോടുകൂടി മഴ പെയ്യുന്നു. അപ്പോൾ ഈ ഹാൻഡ് ഓവർ ഡീറ്റെയിൽസും ഈ റുപ്പിയും ഗോൾഡും ഈ ഇമ്പോർട്ടും FIIസിൻ്റെ ബൈങ്ങും സെല്ലിങ്ങും നമ്മൾ പറയണമെന്നറിയോ, ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ ചെറിയ ചെറിയ ചേഞ്ചസ് കണ്ടു തുടങ്ങി എന്നുള്ളതിനൊക്കെ. അതായത് എന്തുകൊണ്ട് RBI ഇന്ന് അല്ലെങ്കിൽ ഇന്നലെ കയറി ഇൻ്റർവീൻ ചെയ്തു, എന്തിനാണ് US ഡോളേഴ്സ് സെല്ല് ചെയ്തത്? വെറുതെ അവർ സെല്ല് ചെയ്തല്ലോ, ഇതൊരു റീസൺ ഉണ്ടാവില്ല. അവർക്ക് ഗവൺമെൻറ്റായിട്ട് നല്ല ബന്ധമുണ്ട്, അപ്പോൾ നല്ല ട്രേഡ് സെക്രട്ടറിയും ഇതുമൊക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ട്. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് വി ഡു നോട്ട് നോ. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ വീണ്ടും പറഞ്ഞു വയ്ക്കുന്നു എന്നുള്ളൂ. ഇപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ ചേർത്ത് വായിക്കാം. RBIയുടെ മോണിറ്ററി പോളിസിയുടെ മിനിറ്റ്സ് വന്നു. ആ മിനിറ്റ്സിൽ ഒരുമാതിരി എല്ലാ മോണിറ്ററി പോളിസി മെമ്പേഴ്സും പറയുന്നത് വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ ദർ ഈസ് മോർ റൂം ഫോർ റേറ്റ് കട്ട്. ഓക്കെ, റേറ്റ് കട്ടിന് മോർ റൂം ഉണ്ട്. പക്ഷേ ഓൾറെഡി ഞങ്ങൾ ഒരു എന്താ പറയുക
ഫ്രണ്ട് ലോഡ് ചെയ്ത് കുറച്ച് റേറ്റ് കട്ട് ചെയ്തിട്ടുണ്ട് 50 ബേസിസ് പോയിന്റ്സ്. അതിൻ്റെ ട്രാൻസ്മിഷൻ എങ്ങനെയാണ് ബാങ്കിങ് സിസ്റ്റത്തിലൂടെ എക്കണോമിയിൽ നിന്ന് വരുന്നത് നോക്കിയിട്ട് നമുക്കിനി ബാക്കിയുള്ള കാര്യം നമുക്ക് ഇനി വേണമെങ്കിൽ കട്ട് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ കട്ട് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട്. കഴിഞ്ഞ RBI മീറ്റിംഗ് അതിൻ്റെ അപ്രോപ്രിയേറ്റ് ടൈം ആയിരുന്നില്ല എന്നേ പറഞ്ഞുള്ളൂ. അത് മാത്രമല്ല, ഈ ട്രാൻസ്മിഷൻ എങ്ങനെ നടക്കണമെന്ന് കൂടാതെ എങ്ങനെയാണ് ഈ എന്താ പറയുക US-ൻ്റെ ട്രേഡിൻ്റെ ആ ഒരു ഇഷ്യൂ ഇന്ത്യൻ എക്കണോമി എങ്ങനെയാണ് താങ്ങണതെന്നും കൂടെ നോക്കിയിട്ട് നമുക്ക് ആലോചിക്കാം എന്നുള്ള രീതിയിലാണ് RBIയിലെ പല പോളിസി മെമ്പേഴ്സും അഭിപ്രായപ്പെട്ടതെന്നാണ്. എന്നാൽ എല്ലാവരും കൺസെൻസസ് ആയിട്ട് പറയുന്നു, ഈസ് ദർ എനി റൂം ഫോർ മോർ റേറ്റ് കട്ട്? യെസ് ദർ ഈസ് എന്നുള്ള കാര്യം പറഞ്ഞു വെക്കുന്നു എന്നുള്ള. അപ്പോൾ അതൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, പല മാക്രോ എക്കണോമിക് കണ്ടീഷൻസ് നോക്കുമ്പോഴും ഈ പറയുന്ന പോലെ ഒരു ലൈറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദ ടണൽ കണ്ടു തുടങ്ങി. ഏതാണ്ട് ഇന്ത്യയുടെ ഇനിസിയേഷൻസ് കാണുമ്പോഴും അത് കണ്ടു തുടങ്ങി. ട്രംപിൻ്റെ വാക്കുകളിലും കണ്ടു തുടങ്ങി. പീറ്റർ നവാറോ, ലുട്നിക്ക്, സ്കോട്ട് ബെസന്റ് മിണ്ടാതിരിക്കുന്നതും ഒരു ലൈറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ടണൽ കണ്ടു തുടങ്ങി എന്ന് പറഞ്ഞു. RBI ഇൻ്റർവെൻഷൻ റുപ്പിയുടെ കാര്യത്തിൽ അതും ഒരു പോസിറ്റീവായിട്ട് കാണുന്നു. ഈ മിനിറ്റ്സിനകത്ത് കിടന്ന വാക്കുകളും ഒരു പോസിറ്റീവായിട്ട് കാണുന്നു. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ ഒരു US-ഉം ഇന്ത്യയും തമ്മിലുള്ള ട്രേഡ് ടാരിഫിന് ഒരു അവസാനം കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിൽ അടുത്ത ഒരു പുഷുമായിട്ട് റേറ്റ് കട്ടോ RBIയോ വന്നേക്കാം. അപ്പോൾ ഇതാണ് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ സെറ്റപ്പ് നമ്മൾ ഇന്ന് നോക്കുമ്പോൾ കാണുന്നത്. ഇനി ഇമ്പോർട്ടൻറ്റ്, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നമ്മൾ അടുത്ത അപ്ഡേറ്റ് പോകുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇൻ കേസ് അത് സംഭവിക്കുകയാണെങ്കിൽ ഞാൻ വ്യക്തിപരമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നു അടുത്ത കുറച്ച് ദിവസങ്ങളിൽ നടക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ഒരു നവംബർ മിഡിൽ മാക്സിമം, ഇനി ഒരു മാസത്തിനുള്ളിൽ എന്തെങ്കിലും നടക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ FIS ഇത്രയും നാൾ സെല്ലേഴ്സായി, FIS തിരിച്ചു വരണമല്ലോ. കാര്യം ഇപ്പോൾ ട്രേഡ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. വാല്യുവേഷൻ ഇന്ത്യയുടെ വലിയ കംഫർട്ട് ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ വന്ന് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിലുണ്ടല്ലോ, ഇൻഡെക്സിലെ പല സ്റ്റോക്കുകളും നമ്മളിത് പലപ്പോഴായിട്ട് നമ്മൾ സ്പോട്ട് ലൈറ്റിൽ പറഞ്ഞു. അതായത് നമ്മൾ ഒരു പ്രാവശ്യം ഇൻഡെക്സിലെ നിഫ്റ്റിയിലെ 50 സ്റ്റോക്സ് എടുത്തിട്ട് എവിടെയൊക്കെയാണ് ഈ ടാരിഫിൻ്റെ ഇമ്പാക്റ്റ്, US ടാരിഫിൻ്റെ ഇമ്പാക്റ്റ് ഈ 50 സ്റ്റോക്സിൽ വരുന്നതെന്നുള്ള ഒരു അനാലിസിസ് നമ്മൾ നടത്തിയിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞു മേജറായിട്ടുള്ള വലുതുമില്ല. കൂടുതലും US ടാരിഫ് ഹിറ്റ് ചെയ്തിരിക്കുന്ന MSME സെക്ടറിലും മിഡ് ക്യാപ് കമ്പനീസും ടെക്സ്റ്റൈൽ കമ്പനീസൊന്നും വലുതായിട്ട് ഇൻഡെക്സിൽ ഇല്ലല്ലോ. അങ്ങനത്തെ കമ്പനീസിലാണ് ടെക്സ്റ്റൈൽസ്, സീ ഫുഡ്, ഓട്ടോമൊബൈൽ ആക്സസറീസ്, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് വന്നേക്കുന്നത്. എന്നാൽ മെയിൻ ലൈനായിട്ടുള്ള നമ്മുടെ ബാങ്കുകളോ ഡൊമസ്റ്റിക് ബേസ്ഡ് ആണ്. നമ്മുടെ ഈ പറയുന്ന പോലെ എന്താണ് ഓട്ടോമൊബൈൽ കമ്പനികളോ ഡൊമസ്റ്റിക് ബേസ്ഡ് ആണ്. ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു JLR UK-യിൽ നിന്നാണ് അങ്ങോട്ടേക്ക് പോകുന്നത് എന്നുള്ളത്. എന്നാൽ അവിടെ ടാരിഫ് എന്ന് പറഞ്ഞാൽ UK-ക്ക് 15% എങ്ങാണ്ടേ ഉള്ളൂ എന്നുള്ളത്. അപ്പോൾ ടാരിഫിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിലെ മെയിൻ സ്റ്റോക്സ് ആയിട്ടുള്ള ബാങ്ക്സ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽസ് അല്ലെങ്കിൽ പോട്ടെ, ഇപ്പോൾ ഫാർമയ്ക്ക് പ്രശ്നമില്ലാന്ന് നമുക്ക് മനസ്സിലായി. ജനറിക് ഫാർമയ്ക്ക് പ്രോബ്ലം ഇല്ല, പേറ്റന്റഡ് ബ്രാൻഡഡ് ആണ്. റിലയൻസ് ഇൻഡസ്ട്രീസിന് പ്രോബ്ലം ഇല്ല. പിന്നെ ആകപ്പാടെ ഇമ്പാക്റ്റ് വന്നത് H1B വിസയുടെ കാര്യത്തിൽ ഈ പറയുന്ന പോലെ IT-ക്കാണ്. എന്നാൽ IT-യുടെ കാര്യത്തിൽ ഇപ്പോൾ റിസൾട്ട്സും ഓരോ TCS-ൻ്റെയൊക്കെ മാനേജ്മെൻറ്റ് ഇത് വന്നിട്ട് ഇപ്പോൾ H1B വിസ അത്രയ്ക്ക് ഇഷ്യൂ അല്ല എന്നുള്ള രീതിയിലായി. ഇതെല്ലാം പഴുത്ത് കിടക്കുമ്പോൾ സപ്പോസ് ഇഫ് FIA കംസ്, അപ്പോൾ അതായത് ഇപ്പോൾ ഇൻഡെക്സ് ലെവലിലെ പല സ്റ്റോക്സ് റൈറ്റ് ഫ്രം റിലയൻസ് ടു നമ്മളിപ്പോൾ ആക്സിസ് ബാങ്കിൻ്റെ വാല്യൂഷൻ പറഞ്ഞു ടു IT സ്റ്റോക്സ് ഇവരിങ്ങനെ കിടക്കുമ്പോൾ FIIs തിരിച്ചു വരികയാണെങ്കിൽ ആ ബൾക്ക് ഓഫ് ദ മണി അട്രാക്ട് ചെയ്യാൻ പോണത് എവിടെയായിരിക്കും എന്നുള്ളതാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അവിടെയായിരിക്കും ചിലപ്പോൾ ഇനി ഒരു വലിയൊരു വലിവ് വരുന്നത് എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മുടെ പ്രേക്ഷകരും നമ്മളും ഒക്കെ പ്രിപ്പയർ ചെയ്യും, ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും പ്രിപ്പയർ ചെയ്ത് നിൽക്കാമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ പ്രേക്ഷകരോട് പറയാനുണ്ട്, പലരും നമ്മുടെ അടുത്ത് പറയുന്നത് സ്റ്റോക്സ് ഒന്നും പറയാൻ, നമുക്ക് സ്റ്റോക്സ് പറയാൻ അധികാരമില്ല. നമുക്ക് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ പ്രകാരം നമ്മളെന്ന് പറയുന്നത് ജേർണലിസ്റ്റാണ്. ആ ജേർണലിസ്റ്റ് അല്ലെങ്കിൽ മീഡിയ എന്ന് പറയുമ്പോൾ നമുക്ക് മാർക്കറ്റിൽ നടക്കുന്ന കാര്യങ്ങളും ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ആ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളും അല്ലാതെ നമുക്കൊരു സ്റ്റോക്കിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ബട്ട് ഫോർവേഡ് ലുക്കിംഗ് സ്റ്റേറ്റ്മെന്റ്, അതായത് ഭാവിയിൽ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ ഒരു ടാർഗറ്റ്, ഇത് മേടിച്ചോളൂ ഇത് മേടിക്കേണ്ട എന്ന് പറയാനുള്ള അധികാരം ജേർണലിസ്റ്റുകൾക്കില്ല. അതുമാത്രമല്ല, ഈ പറയുന്ന ഓരോരുത്തരും പറയണം, നിങ്ങൾ കാണുന്ന യൂട്യൂബിലുള്ള പലർക്കും അതിനുള്ള അധികാരമില്ല. 99% അധികാരമില്ല. അവർ അങ്ങനെ ആരെങ്കിലും ചെയ്യണമെങ്കിൽ അത് നേരായ രീതിയിലുള്ള കംപ്ലയിൻസ് അല്ല. പക്ഷെ നമുക്കവർക്ക് എഗെയിൻസ്റ്റ് യാതൊരു കംപ്ലയിൻറ്റും ഇല്ല എന്നുള്ളതാണ്. സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസേഴ്സിന്റെ ശിക്ഷണത്തിൽ മാത്രമേ നിങ്ങൾ മേടിക്കാവൂ. ആ സർവീസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്കൊരു മ്യൂച്വൽ ഫണ്ട് വഴിയോ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസ് വഴിയോ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറി സർവീസസ് വഴിയോ കിട്ടുള്ളൂ. പിന്നെ ആരെങ്കിലും ഈ പറയുന്ന പോലെ ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് 1 or 2 ഇട്ട് തന്നാൽ അതായി എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഇവിടെ ഈ പറഞ്ഞ പോലെ ഫിഷ് തേടി ഇതിനകത്ത് വരണ്ട,
ഫിഷിങ്ങിന് പഠിക്കാനാണെങ്കിൽ മാത്രമേ ഈ പ്രോഗ്രാം കൊണ്ട് ഗുണമുള്ളൂ എന്ന് പറയുന്നു. അത് ഞങ്ങൾക്ക് ഇത് മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, ഈ ഓപ്പണിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഷോ ആണ്. ബിസിനസ് ഷോ എന്ന് പറഞ്ഞാൽ ബിസിനസ്, ഫിനാൻസ് റിലേറ്റഡ് ഇൻഡസ്ട്രിയിലെ ന്യൂസുകൾ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുക. അതിൽ സ്റ്റോക്ക് മാർക്കറ്റിന് ഇത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നല്ലാതെ ഞങ്ങളൊരു വ്ളോഗറോ ഇൻഫ്ലുവൻസറോ ഒരു ട്രെയിനറോ അല്ലെങ്കിൽ ഞങ്ങളുടെ സർവീസസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ യൂട്യൂബിന് ഹിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ ഒരു സ്റ്റോക്ക് ഐഡിയ പറഞ്ഞിട്ട് ഞാൻ അന്ന് പറഞ്ഞില്ലേ അത് 30% കയറി എന്നുള്ളൊരു മാൻഡേറ്റേ ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞു വെച്ച് ഞാൻ എൻ്റെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് അവസാനിക്കുന്നു. സുരേഷ് സാർ, ഏതായാലും നമുക്ക് നമ്മുടെ സ്പോട്ട്ലൈറ്റ് ബിസിനസ് സെഗ്മെന്റിലേക്ക് കിടക്കാം. ജാസ്മിൻ, അതിന് മുമ്പായിട്ട് നമ്മൾ ഇന്നലെയും ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ബാങ്കിനെ കുറിച്ച് പറഞ്ഞിരുന്നു, അതായത് RBL ബാങ്ക്. ഈ RBL ബാങ്ക് നമ്മുടെ പ്രേക്ഷകർ അത് നിങ്ങളുടെ എന്താ പറയുക, അതിനെ ശ്രദ്ധിച്ച് വാച്ച് ചെയ്യണം. കാര്യം F&O ബാനിൽ നിന്ന് പുറത്തു വരികയാണ് എന്നുള്ള. അപ്പോൾ അതിനകത്ത് കുറച്ച് ആക്ടിവിറ്റിയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് വയ്ക്കുക എന്നുള്ളത്. രണ്ടാമതൊരു കാര്യം ഞാൻ പറഞ്ഞു വെച്ചാൽ, ഇപ്പം നമ്മളിപ്പോൾ ഈ പറയുന്നത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും US-ൽ നിന്നും കൂടുതൽ എനർജി റിക്വയർമെൻറ്റ്സ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യും, അല്ലേ, ഇമ്പോർട്ട് ചെയ്യും എന്നുള്ള ഇത് നിലനിൽക്കുമ്പോൾ നമ്മൾ ഏതായാലും ഇവിടുത്തെ റിഫൈനറി കമ്പനീസ് നമ്മുടെ മനസ്സിൽ വയ്ക്കുക. അതിൻ്റെ മൂവ്മെൻറ്റ് എന്തായിരിക്കും ശ്രദ്ധിക്കുക. കാര്യം ഈ മാർക്കറ്റ് ഭയങ്കര ഇൻ്റലിജൻറ്റും സ്മാർട്ടുമാണ്. കാര്യം നടക്കുന്നതിന് മുമ്പ് തന്നെ ഇതിനകത്ത് പ്ലേ ഔട്ട് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ പൊതുവേ പറയുന്നത് ബൈ ഓൺ റൂമേഴ്സ് സെൽ ഓൺ ന്യൂസ് എന്ന് പറയുന്ന ഈ സ്റ്റോക്കുകൾ മേടിക്കുക എന്നുള്ളതല്ല. ഒന്നാമത്തെ കാര്യം തന്നെ ഈ MRPLൻ്റെ ഇന്നലത്തെ റിസൾട്ട് വന്നു. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ റിഫൈനിങ് മാർജിൻസ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തെന്ന് മാത്രമല്ല, അവർ ഡെപ്റ്റ് നന്നായിട്ട് കുറച്ചു. നല്ല ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള വളരെ ക്ലീൻ ആൻഡ് ഹാൻഡ്സം റിസൾട്ട്സ് ആയിരുന്നു MRPLൻ്റെ. അതിൻ്റെ ഒരു റബ് ഓഫ് എഫക്റ്റ് തന്നെ നമ്മുടെ ഇവിടുത്തെ റിഫൈനിങ് കമ്പനീസിൽ വന്നേക്കാം. അതായത് IOC, HPCL, BPCL, ചെന്നൈ പെട്രോളിയം, ഇതിലൊക്കെ വന്നേക്കാം. അതുകൂടാതെ പ്രൈവറ്റ് പ്ലെയർ ആയിട്ടുള്ള ലാർജസ്റ്റ് റിഫൈനർ റിലയൻസിൽ ഒരു റബ് ഓഫ് എഫക്റ്റ് വന്നേക്കാം. അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത് എന്താ, US-ഉം ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ ഇടയിലേക്ക് ഇന്ത്യ കൂടുതൽ എനർജി അല്ലെങ്കിൽ ക്രൂഡ് US-ൽ നിന്ന് ബൈ ചെയ്യുകയാണെങ്കിൽ അത് ട്രംപ് കൺഫേം ചെയ്ത ന്യൂസാണ്. ട്രംപ് കൺഫേം ചെയ്ത ന്യൂസ് ആണെങ്കിൽ ഇവിടെ ഈ സ്റ്റോക്സിൻ്റെ പെരുമാറ്റം ശ്രദ്ധിച്ചോളാം. അത് കയറുമെന്നോ ഇറങ്ങുമെന്നുള്ള ഉദ്ദേശമില്ല, ഇതെന്തെങ്കിലും നമ്മളോട് പറയുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിച്ച് കേൾക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞു വയ്ക്കണമെന്നേ ഉള്ളൂ. ചിലപ്പോൾ കയറാം, ചിലപ്പോൾ ഇറങ്ങാം, അതൊക്കെ അതിൻ്റെ രീതിയിൽ നടക്കും എന്നുള്ള. പക്ഷേ ഞാനൊന്ന് പറഞ്ഞു വയ്ക്കുന്നു, ദാറ്റ് വിൽ ബി എ ഗ്രേറ്റ് ഇൻഡിക്കേഷൻ വാട്ട് വിൽ ബി ഹാപ്പനിങ് ഇൻ ദ ഫ്യൂച്ചർ എന്നുള്ളത്. അപ്പോൾ അതൊന്ന് പറഞ്ഞു വെച്ചിട്ട് ഞാൻ ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിലേക്ക് പോകാം. സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് നമ്മൾ പറയുകയാണെങ്കിൽ സാധാരണ നമ്മളിപ്പം ആ ഒരു വാക്കുണ്ടല്ലോ, കണക്ടിവിറ്റി. ഈ കണക്ടിവിറ്റിയൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒരു കണക്ടിവിറ്റി എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുന്നത് ഒരു ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറാണ്. നമ്മളിപ്പോൾ പലരോടും ചോദിക്കുമ്പോൾ അവർ ഇന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ റോഡ് കണക്ടിവിറ്റി ഉണ്ടോ, റെയിൽവേ കണക്ടിവിറ്റി ഉണ്ടോ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ കണക്ടിവിറ്റിയുള്ള വാക്കിനെ നമ്മൾ യൂസ് ചെയ്തിരുന്നത്. എന്നാൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം അത് കുറഞ്ഞ് എസ്പെഷ്യലി കോവിഡും കൂടെ കഴിഞ്ഞപ്പോൾ വളരെ ഡ്രമാറ്റിക്. ഇപ്പോൾ കോവിഡിന് മുമ്പേ നമ്മൾ ഒരിക്കലും ഒരു സൊമാറ്റോയോ ഇറ്റേണലോ സ്വിഗ്ഗിയോ ബിഗ് ബാസ്ക്കറ്റോ ബ്ലിങ്കിറ്റൊക്കെ ഒരു ഹിറ്റാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. ബട്ട് ഈ കോവിഡിന് ശേഷം വന്ന ഒരു സ്ട്രക്ചറൽ ചേഞ്ച് ഈ കണക്ടിവിറ്റി എന്ന് പറയുന്ന വാക്കിന് പുതിയ മാനങ്ങൾ കൊണ്ടുവന്നിരുന്നു എന്നുള്ള. ഇപ്പം നമ്മൾ സാധാരണ നമ്മൾ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്താൽ നമ്മൾ ആദ്യം കാണുന്നത് ആ കൗണ്ടറിൽ നിൽക്കുന്ന ആൾക്കാർ ചോദിക്കുന്നത് വൈഫൈയുടെ പാസ്വേഡ് ഒന്ന് തരുമോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം കാണുന്നത്. പിന്നെ രണ്ടാമത് ട്രക്കിങ്ങും ഹൈക്കിങ്ങിനും ഒക്കെ പോകുന്ന ഇന്നത്തെ ജെൻസി ആൾക്കാരും ഒക്കെ ചോദിക്കുന്നത് അവിടെ കണക്ടിവിറ്റി ഉണ്ടോ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇവർ ചോദിക്കുന്നത്. അത് അഡ്വഞ്ചറസ് കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങുമ്പോൾ പോലും ഈ കണക്ടിവിറ്റി എന്നുള്ള പറയുന്ന വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. കാര്യം ഇപ്പോൾ ഉള്ളവർ ഈ കണക്ടിവിറ്റി ഇവരുടെ ഈ മൊബൈൽ ഫോണിലൊക്കെ അവരുടെ ഈ ക്ലൈംബിങ്ങും അല്ലെങ്കിൽ അവരുടെ ഈ മാരത്തോണും ഒക്കെ റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു സ്വഭാവം. അപ്പോൾ ഒരു വൈഫൈ കണക്ഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ടെറസ്ട്രിയൽ ആയിട്ടുള്ള ഒരു ബ്രോഡ്ബാൻഡ് അല്ലെങ്കിൽ അവിടെ ഒരു സർവീസ് പ്രൊവൈഡർ, നമ്മുടെ ഇപ്പോൾ എയർടെൽ പോലെയോ ജിയോ പോലെയോ BSNL പോലെയുള്ള അല്ലെങ്കിൽ വോഡാഫോൺ പോലെയുള്ളവരുടെ സർവീസ് കിട്ടുമോ എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് പലരും ഇപ്പോൾ ജീവിച്ചു പോകണം. അപ്പോൾ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയി മാറി എന്നുള്ളതാണ് കണക്ടിവിറ്റി എന്ന് പറയുന്ന വാക്ക്. ഇപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കണക്ടിവിറ്റിയെക്കുറിച്ച് ആലോചിക്കുന്നത് ഒരു ഹോം കണക്ടിവിറ്റിയാണ്, അല്ലേ. വീട്ടിൽ വൈഫൈ ഉണ്ടെങ്കിൽ നമുക്ക് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാം, ലാപ്ടോപ്പ് PC യൂസ് ചെയ്യാം, ഐപാഡ് യൂസ് ചെയ്യാം. ഇപ്പോൾ അടുത്ത കാലത്ത് ഏതാണ്ട് നമ്മളിപ്പോൾ ഈ ജിയോ ഫൈബറും എയർടെലിൻ്റെ ഇതുമൊക്കെ വന്നപ്പോൾ നമ്മൾ ഈ TVയും കൂടെ പവർ ചെയ്യാനായിട്ട് ഇപ്പോൾ ഈ ഇൻ്റർനെറ്റിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു തുടങ്ങി. എന്നാൽ അതിനൊക്കെ അപ്പുറം ഇപ്പോൾ ഒരു കണക്ടിവിറ്റി എന്ന് പറയുന്ന വാക്കിനൊരു ബ്രോഡർ സെൻസ് ഉണ്ട്. അതായത് ഒരു 4G 5G ടെറസ്ട്രിയലായിട്ട് നമ്മുടെ ഈ ടവേഴ്സ് ടെലികോം ടവറിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ ഒരു ഡേറ്റ കണക്ടിവിറ്റിയുടെ അപ്പുറം ഇപ്പം നമ്മൾ കണക്ടിവിറ്റിയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് 2-3 സിനാരിയോസ് നമ്മൾ നോക്കാം. നമ്മളിപ്പോൾ ഒരു എയർക്രാഫ്റ്റിൽ നമ്മൾ ട്രാവൽ ചെയ്ത് പോകുമ്പോൾ നമ്മളൊരു മൂവി ഡൗൺലോഡ് ചെയ്ത് വാച്ച് ചെയ്യുന്നു നമ്മുടെ ഐപാഡിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ. ദാറ്റ് മീൻസ് വി ആർ ഗെറ്റിംഗ് എ വൈഫൈ
ഇൻ എയർലൈൻസ്. ഇന്ത്യയിൽ കിട്ടുന്നല്ല പറഞ്ഞത്, പല രാജ്യങ്ങളിലും ആ ഒരു സർവീസ് ഉണ്ട് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ബിലവഡായിട്ടുള്ള മക്കളോ ഭർത്താവോ മകനോ ആരെങ്കിലും ഷിപ്പിൽ വർക്ക് ചെയ്യണം, മെർച്ചൻ്റ് നേവിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്രൂ ആയിട്ട് ഷിപ്പിൽ വർക്ക് ചെയ്യുന്നവരായിട്ട് നമ്മൾ വീഡിയോ കോൾ നടത്തുന്നു. പണ്ടൊക്കെ ആണെങ്കിൽ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അവരേതെങ്കിലും ഒരു ട്രാവൽ കഴിഞ്ഞ് വോയാജ് കഴിഞ്ഞിട്ട് ഏതായാലും 4 മാസമൊക്കെ കഴിഞ്ഞ് എവിടെയെങ്കിലും പോർട്ടിൽ ഇറങ്ങുമ്പോഴാണ് അവർ വിളിക്കുന്നത്. ഇപ്പം അങ്ങനെയല്ല, നമ്മൾ പലപ്പോഴും വീഡിയോ കോളൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് അവർക്ക് ആ ഷിപ്പിനകത്ത് വെസലിനകത്ത് അവർക്ക് കണക്ടിവിറ്റി കിട്ടുന്നുണ്ട്. ഇത് മാത്രമല്ല, നമ്മൾ ഓയിൽ റിഗൊക്കെ ഇല്ലേ, ഓയിൽ റിഗ് എന്ന് പറയുമ്പോൾ ഈ ഷോറിൽ നിന്ന് മാറിയിട്ടാണല്ലോ ഇവരുടെ ഈ ഓയിൽ റിഗൊക്കെ വരുന്നത്. ആ റിഗിലും നമ്മുടെ ബിലവഡായിട്ടുള്ള നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ വർക്ക് ചെയ്യുന്നെങ്കിൽ അവരായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നതും ഈ പറയുന്ന പോലെ വീഡിയോ കോൾ ചെയ്യുന്നതും ഒക്കെ അതിൻ്റെ അർത്ഥം അവിടെയും കണക്ടിവിറ്റി ഉണ്ടെന്നുള്ളത്. അപ്പോൾ കണക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഹോംസിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഈ ടേബിൾ ടോപ്പ് ഡിവൈസസിൽ നിന്നൊക്കെ മാറി ഈ ജോഗ്രഫിയൊക്കെ മറന്നുകൊണ്ടുള്ള രീതിയിൽ കണക്ടിവിറ്റി ആയി. ഹൗ ഈസ് ദാറ്റ് പോസിബിൾ? ഒരു കടലിൻ്റെ നടുക്ക് കിടക്കുന്ന ഷിപ്പിന് ചുറ്റും ഒരു മൊബൈൽ ടവറുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ജിയോയോ എയർടെല്ലോ ഒന്നുമല്ല. കുറച്ച് നോട്ടിക്കൽ മൈൽസ് നമ്മുടെ ഷോറിൽ നിന്ന് പോകും തോറും നമുക്കത് ഫേഡ് ചെയ്ത് നമ്മുടെ കണക്ടിവിറ്റി പോകും അല്ലേ. ഈ ജിയോൻ്റെയും BSNLൻ്റെയും വോഡാഫോണിൻ്റെയും എയർടെലിലേക്ക് പോകും. അപ്പോൾ പിന്നെ അങ്ങോട്ടേക്കൊക്കെ ഉൾക്കടലിലേക്ക് ചെല്ലുകയും അല്ലെങ്കിൽ ഒരു മൗണ്ടനറിങ് ചെയ്യുമ്പോൾ ആ ഭാഗത്തൊന്നും മൊബൈൽ ടവറുകളില്ല അല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് നമുക്ക് ഇതേപോലെ കിട്ടുന്നതെന്നുള്ളതാണ്. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പോലെ എന്താ പറയുക, ഈ നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇൻ്റർനെറ്റ് കിട്ടുന്നതിനെക്കുറിച്ചുള്ള ആ ഒരു പോസിബിലിറ്റിയിലാണ് നമ്മൾ ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിനെ നമ്മൾ അവതരിപ്പിക്കുന്നത് എന്നുള്ള. ഇതെങ്ങനെയാണ് അങ്ങനത്തെ റിമോട്ടായിട്ടുള്ള ലൊക്കേഷൻസ്, ഇതൊരു റൂറൽ ഏരിയ ആവാം കേട്ടോ. അതായത് നമുക്കിപ്പോൾ കിട്ടുന്ന ഒരു കണക്കനുസരിച്ച് ഇന്ത്യയിലെ ഒരു എസ്റ്റിമേറ്റ് പറഞ്ഞാൽ 40% ഓഫ് ഇന്ത്യാസ് പോപ്പുലേഷൻ ഇപ്പോഴും ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി കിട്ടുന്നില്ല. അതായത് പലരും ഇപ്പോൾ ഈ പറയുന്നതിൽ ഉൾപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ വളരെ മരുഭൂമിയുടെ സൈഡുകളിലൊക്കെ നിൽക്കുന്നതിൽ അവിടെ ഈ പറയുന്ന പോലെ അവിടെ ഒരു കമേഴ്ഷ്യൽ ഓപ്പർച്യൂണിറ്റി ഇല്ലെങ്കിൽ നമ്മുടെ ജിയോയോ എയർടെലോ വോഡാഫോണോ BSNL ഒന്നും അവിടെ ഒരു കണക്ടിവിറ്റി കൊണ്ടുവരില്ല. അവർക്ക് അത് ബില്ല് ചെയ്ത് നല്ല രീതിയിൽ ഒരു ഡെൻസിറ്റി വേണം, എന്നാൽ മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ 40% ഇന്ത്യൻ പോപ്പുലേഷനിലേക്ക് ഇൻ്റർനെറ്റ് എത്തിയിട്ടില്ല എന്നുള്ള ഒരു കണക്ക് കൂടി പലയിടത്തും പറയുന്നു. നമുക്ക് ഈ ഫിഗേഴ്സിനെ കുറിച്ച് നമുക്ക് ഓതൻറ്റിസിറ്റി അറിയില്ല, എങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, കിട്ടാത്ത ഒരുപാട് പേര് ഉണ്ടാവാം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ, റിമോട്ട് വില്ലേജസ്, ഒരു ഓയിൽ റിഗ് അല്ലെങ്കിൽ ഒരു കടലിൽ സെയിൽ ചെയ്യുന്ന ഷിപ്പ് അല്ലെങ്കിൽ ഒരു എയർക്രാഫ്റ്റ്, ഇവിടെയൊക്കെ എങ്ങനെയായിരിക്കാം കിട്ടുന്നത്? തീർച്ചയായിട്ടും ഒരിക്കലും ഇതിനെ നെറ്റ്വർക്കായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് കിട്ടില്ല. വേറെ എന്തോ ഒരു ടെക്നോളജി കൂടെയാണ്. ആ ടെക്നോളജി എന്ന് പറയുന്നതാണ് ഈ സാറ്റലൈറ്റ് സർവീസസ് എന്ന് പറയുന്നത്. ഈ സാറ്റലൈറ്റ് സർവീസസ് എന്ന് നമ്മൾ സാധാരണ പറയുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ രീതിയിൽ ആലോചിക്കാം. ശരിക്കും പറഞ്ഞാൽ അതൊരു ഡയഗ്രാം ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ഡിഷ് ആൻറ്റീന പോലത്തെ ഒരു ആൻറ്റീന ഉണ്ടെന്ന് വിചാരിക്കാം. അതിനെ നമ്മൾ ഒരു സർവീസ് പ്രൊവൈഡർ, അതായത് ഈ സാറ്റലൈറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവർക്ക് അവിടെ നിന്ന് ഒരു സാറ്റലൈറ്റ് ഡിഷ് ഉണ്ട്. ഇതിൽ 2-way കമ്മ്യൂണിക്കേഷൻ, അങ്ങോട്ടും നടക്കും ഇങ്ങോട്ടും നടക്കും. അവരുടെ ഇൻ്റർനെറ്റ് കണക്ഷൻസ്, അതായത് അവരുടെ ഇൻ്റർനെറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഈ ഡിഷ് ആൻറ്റീനയിലേക്ക് കണക്ട് ചെയ്യുന്നു. ഈ ഡിഷ് ആൻറ്റീന ഇതിനെ ട്രാൻസ്മിറ്റ് ചെയ്ത് മുകളിലേക്കുള്ള സാറ്റലൈറ്റിൽ കൊടുക്കുന്നു. സാറ്റലൈറ്റിൽ അവിടുന്ന് താഴേക്ക് എവിടെയാണോ ക്ലയൻറ്റ്, ആ ക്ലയൻറ്റിൻ്റെ VSAT കണക്ഷനിലേക്ക് കൊണ്ടുവരുന്നു. ആ VSAT കണക്ഷൻ നേരെ പോകുന്നത് ഒരു സാറ്റലൈറ്റ് മോഡം വഴി, ഒരു റൗട്ടർ വഴി, ഒരു ലാൻഡ് നെറ്റ്വർക്ക് വഴി നിങ്ങളുടെ ഡിവൈസസിലേക്ക് കണക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, അതായത് ഒരു സാറ്റലൈറ്റ് ഹബ്ബ്, സാറ്റലൈറ്റ്, ക്ലയൻറ്റിൻ്റെ അവിടെയുള്ള VSAT, ഇങ്ങനെയുള്ള ഒരു 3-way കമ്മ്യൂണിക്കേഷനിലാണ് ഈ പറയുന്ന പോലെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതെന്നുള്ള. VSAT ഡിഷ്, അതായത് ക്ലയൻറ്റിൻ്റെ അവിടെ VSAT ഡിഷ് എന്ന് പറയുന്നത് വെരി സ്മോൾ അപ്പർച്ചർ ടെർമിനൽ. വെരി സ്മോൾ എന്ന് പറഞ്ഞാൽ ആ ഡിഷിൻ്റെ സൈസ് ചെറുതായിരിക്കാം, ആ ഒരു സാധനം മതി നമുക്ക് അവിടുത്തെ യൂസിന് എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ഗുണം വെച്ചാൽ ഒരു സെക്യൂർ ആയിട്ടുള്ള, ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് അവിടെ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ പല ഷിപ്പിൻ്റെ മുകളിലും ഒക്കെ ഈ പറയുന്ന പോലെ VSAT ഡിഷസ് ഉണ്ട്. പ്ലെയിനിൽ അങ്ങനെ പുറത്തധികം കാണാത്ത രീതിയിലുള്ള ന്യൂ ടെക്നോളജിയിലുള്ള VSAT ഡിഷസ് ഉണ്ട്. ഇതുവഴിയൊക്കെയാണ് റിഗുകളിലുണ്ട്, അങ്ങനെ റിമോട്ടായിട്ടുള്ള പ്ലേസസിലുണ്ട്. ഇങ്ങനെയൊക്കെ നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കാം എന്നുള്ളതാണ്. ഇത് കൂടുതലും കവർ ചെയ്യുന്ന ഇൻഡസ്ട്രി നമ്മൾ പറഞ്ഞ പോലെ മാരിടൈം ഇൻഡസ്ട്രി, അതായത് ഷിപ്പിംഗ്, ഏവിയേഷൻ, പിന്നെ റൂറൽ ബാങ്കിങ്. ചില സ്ഥലത്തൊന്നും ഈ പറയുന്ന പോലെ ഈ ബാങ്കിങ്ങിന് നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഒന്നുമില്ല. ചില ഐസൊലേറ്റഡ് ആയിട്ടുള്ള ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട്, അവിടെയുള്ള ബാങ്ക്. അത് മാത്രമല്ല, ഈ ബാങ്കിങ്ങിൻ്റെ ATMനൊക്കെ കൂടുതലും നമ്മൾ ഈ പറയുന്ന പോലെ ഈ നെറ്റ്വർക്ക് കണക്ടിവിറ്റി അല്ല.
ഈ പറയുന്ന പോലെ വിസാറ്റ് കണക്ടിവിറ്റിയാണ്. അതൊരു അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഈ ലോക്കൽ ടെലികോം ടവറിനെ ഡിപ്പെൻഡ് ചെയ്ത് പോകാറില്ല. പലപ്പോഴും സിറ്റിയിലും അർബനും സെമി അർബനും റൂറൽ ഏരിയയിലാണെങ്കിൽ പോലും റിമോട്ട് ലൊക്കേഷൻ്റെ കാര്യം പിന്നെ പറയുകയും വേണ്ട. പിന്നെ ഗവൺമെൻറ്റിൻ്റെ സർവൈലൻസ്, ഇപ്പോൾ ബോർഡറിലൊക്കെ ഈ പറയുന്ന പോലെ ഒരു സർവൈലൻസ് മെക്കാനിസം ഒക്കെ വരെങ്കിൽ ഈ സാറ്റലൈറ്റ് ആണുള്ള ഇൻ്റർനെറ്റാണ് യൂസ് ചെയ്യുന്നുള്ള. പിന്നെ അതുപോലെ എഡ്യൂക്കേഷൻ, അങ്ങനത്തെ പല സെക്ടറുകളിലും ഇത് സ്പാൻ ചെയ്യുന്നു എന്നുള്ള. അപ്പോൾ ഇത് കൂടുതലും ഒരു B2B, ഒരു ബിസിനസ് ടു ബിസിനസ് എന്നുള്ള രീതിയിലാണ്, റാദർ ദാൻ എ ബിസിനസ് ടു കൺസ്യൂമർ. ചില പ്ലെയേഴ്സ് ബിസിനസ് ടു ബിസിനസ് ചെയ്യുന്നുണ്ട്, ചില പ്ലെയേഴ്സ് ബിസിനസ് ടു ബിസിനസ് പ്ലസ് ബിസിനസ് ടു കൺസ്യൂമറും ചെയ്യുന്നുണ്ട് ഈ കാറ്റഗറിയിൽ എന്നുള്ളതാണ് പറഞ്ഞു വയ്ക്കുന്നത്. അതാണ് നമ്മുടെ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് എന്ന് അവതരിപ്പിക്കുന്നത്. അതിൻ്റെ പേരാണ് നെൽക്കോ, NELCO. നാൽക്കോ അല്ല, നാൽക്കോ എന്ന് പറയുന്നത് നാഷണൽ അലൂമിനിയം കമ്പനിയാണ്. അത് അലൂമിനിയം കമോഡിറ്റി ഡീൽ ചെയ്യുന്ന കമ്പനിയാണ്, അത് നാൽക്കോ. ഇതിൻ്റെ പേര് നെൽക്കോ, NELCO എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് അതിനകത്തുള്ള ഒരു കണക്കെന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ ആ 40% ഓഫ് ഇന്ത്യാസ് റൂറൽ പോപ്പുലേഷന് ഇന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ബേൺസ്റ്റൈൻ എന്ന് പറഞ്ഞ റിസർച്ച് ഹൗസിൻ്റെ ഒരു റിപ്പോർട്ടാണ് എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ അടുത്ത കാലത്ത് നെൽക്കോനെ പറയുന്നതിന് മുമ്പായിട്ട് അപ്പോൾ നമ്മൾ അത് ടാറ്റ കമ്പനി തന്നെയാണ് എന്നുള്ളതാണ് സംശയമില്ലാത്ത കാര്യം. ടാറ്റ കമ്പനി എന്ന് പറഞ്ഞാൽ ടാറ്റ സൺസ് അല്ല ഹോൾഡ് ചെയ്യണത്, ടാറ്റ പവറാണ് ഹോൾഡ് ചെയ്യുന്നത്. ടാറ്റ പവറിൻ്റെ കീഴിലാണ് 50% സ്റ്റേക്ക് ഹോൾഡിംഗ് വരുന്നത്. ടാറ്റ പവറിൻ്റെയാണ് നെൽക്കോയിലേക്ക് വരുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും വിചാരിക്കും ഈ സ്റ്റാർലിങ്ക്, അതായത് ഇലോൺ മസ്കിൻ്റെ കമ്പനിയായ സ്പേസ് എക്സിൻ്റെ സബ്സിഡറി ആണല്ലോ ഈ സ്റ്റാർലിങ്ക്. ഈ സ്റ്റാർലിങ്ക് ഇന്ത്യയിലേക്ക് വരുന്നു, അവരും ഈ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് സർവീസസ് പ്രൊവൈഡ് ചെയ്യണു. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കൺഫ്യൂഷൻ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്ലെയറായിട്ട് ഒരു കോമ്പറ്റീഷൻ നെൽക്കോയിനുണ്ടോ എന്ന് വെച്ചാൽ ഒരു ചെറിയ പരിധി വരെ ഉണ്ട്. എന്നാൽ അതിൻ്റെ ഓപ്പറേഷണൽ രീതിയിലാണ് ആ വ്യത്യാസം വരുന്നത്. ശരിക്കും സർവീസ് രണ്ടുപേരും സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യണമെങ്കിലും ഈ സ്റ്റാർലിങ്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയും നെൽക്കോ ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയും വളരെ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ 2025 ജൂലൈയിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ സ്റ്റാർലിങ്കിന് ഒരു യൂണിഫൈഡ് ലൈസൻസ് ഗ്രാൻഡ് ചെയ്തിട്ടുണ്ട് ടു പ്രൊവൈഡ് സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് സർവീസസ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. ഇപ്പോൾ അവർ സ്റ്റാർലിങ്കുകാർ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും വേണ്ട എക്യുപ്മെൻസും ഒക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അപ്പോൾ ഈ സ്റ്റാർലിങ്ക് എൻ്റർ ചെയ്യുന്ന സ്പേസ്, അതായത് ഞാൻ പറഞ്ഞല്ലോ സ്റ്റാർലിങ്കും നെൽക്കോയും തമ്മിൽ ഓപ്പറേഷണലി ചെറിയ ഡിഫറൻസ് ഉണ്ട്, പക്ഷേ സ്റ്റാർലിങ്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന മെത്തേഡിൽ തന്നെ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഒന്നെന്ന് പറയുന്നത് യൂട്ടൽസാറ്റ്, അതായത് ഒരു ഫ്രഞ്ച് ബ്രിട്ടീഷ് കമ്പനി ഉണ്ട്, മേജർ കോമ്പറ്റീറ്റർ ഇന്ത്യയിലായിട്ട്. പിന്നെ ജിയോ SES, ഈ SES എന്ന് പറയുന്നത് ലക്സംബർഗ് ബേസ്ഡ് കമ്പനിയാണ്, നമ്മുടെ ഇവിടെ ജിയോ ആയിട്ട് പാർട്ണർ ചെയ്തിരിക്കുന്നു എന്നുള്ളൂ. അതുമല്ല ആമസോണിൻ്റെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ആമസോൺ കൊയ്പ്പർ, KUIPER, അതൊരു ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആണ്. പിന്നെ ആനന്ദ് ടെക്നോളജീസ് എന്ന് പറഞ്ഞൊരു ഹൈദരാബാദ് ബേസ്ഡ് ഒരു ചെറിയൊരു പ്ലെയർ ഉണ്ട്. പിന്നെ ഭാരതി വൺ വെബ്, അതായത് ഭാരതിയും UK ഗവൺമെൻറ്റും കൂടെ ചേർന്ന്. അപ്പോൾ ഇത്രയും പ്ലെയേഴ്സായിട്ട് സ്റ്റാർലിങ്ക് നേരിട്ട് തന്നെ കോമ്പറ്റീഷനിലേക്ക് ഇടപെടും എന്നുള്ളതാണ്. പിന്നെ എന്നാൽ തന്നെ സ്റ്റാർലിങ്ക് പല കോമ്പറ്റീറ്റേഴ്സ്, അതായത് ഇപ്പോൾ ഈ ജിയോൻ്റെയൊക്കെ ഈ സർവീസ് ഉണ്ട്, ജിയോ SES എന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റ് സർവീസ് ഡിവിഷനാണ്. അല്ലാണ്ട് ജിയോ എന്ന് പറയുന്നത് നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ട് നമുക്ക് ഇൻ്റർനെറ്റൊക്കെ തരുന്ന ആ ഒരു ഡിവിഷൻ ഉണ്ടല്ലോ, അതായിട്ടും ഭാരതി എയർടെലായിട്ടും ഈ സ്റ്റാർലിങ്ക് ഒരു പാർട്ട്ണർഷിപ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് അവരുടെ സർവീസസ് വിൽക്കാനും ഡിവൈസസ് വിൽക്കാനും അവരുടെ റീറ്റെയിൽ ശൃംഖല യൂസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പും കൂടെ നമ്മൾ കേട്ടിട്ടുണ്ടെന്ന് നോക്കി നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ ഈ സ്റ്റാർലിങ്ക് അല്ലെങ്കിൽ സ്റ്റാർലിങ്കിൻ്റെ കോമ്പറ്റീറ്റേഴ്സിനെ പറഞ്ഞു, ആ കോമ്പറ്റീറ്റേഴ്സിനെ മാറ്റി വെച്ചിട്ട് ഈ സ്റ്റാർലിങ്കും നെൽക്കോയും തമ്മിലുള്ള പ്രൈമറി ആയിട്ടുള്ള ഡിഫറൻസ് എന്താണെന്നുള്ള, അതായത് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇതെന്ന് വെച്ചാൽ രണ്ടും ഒരേ രീതിയിലുള്ള ബിസിനസ്സുകളെയാണ് എഫക്റ്റ് ചെയ്യണമെങ്കിലും ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് ഈ സ്റ്റാർലിങ്ക് ഈ പറയുന്ന കൺഫിഗറേഷൻ ഉണ്ടല്ലോ, അതായത് നമ്മൾ ഗ്രൗണ്ട് സ്റ്റേഷൻ, ഇപ്പർ സൈഡിൽ വിസ്റ്റാറ്റ്, നടുത്ത് സാറ്റലൈറ്റ്സ്, അത് ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റാർലിങ്ങിന് സ്വന്തമായിട്ട് 6000 to 8500 ലോ എർത്ത് ഓർബിറ്റ്, അതായത് ലിയോ എന്നാണ് പറയുന്നത്, സാറ്റലൈറ്റ്സ് അവർക്ക് സ്വന്തമായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഗ്രൗണ്ട് സ്റ്റേഷൻ സ്വന്തമായിട്ടുണ്ട്, വിസാറ്റ് കണക്ഷൻ അവർക്ക് കൊടുക്കാൻ പറ്റും, സ്വന്തമായിട്ട് സാറ്റലൈറ്റ് ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ പോസിബിളാണ്. എന്നാൽ നെൽക്കോ ചെയ്യുന്നത് എന്താണെന്നറിയോ, നെൽക്കോയ്ക്ക് സാറ്റലൈറ്റ് ഇല്ല, സാറ്റലൈറ്റ് സർവീസസ് അവർ കടമെടുക്കുകയാണ്. അതായത് വേറെ ആരെങ്കിലുമായിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്യണം. ഇവർക്ക് മറ്റുള്ള എന്താ പറയുക ഒരു ഗ്രൗണ്ട് സ്റ്റേഷനും വിസാറ്റ് കണക്റ്റീവ് വിസാറ്റ് ലൈസൻസുമേ ഉള്ളൂ എന്നുള്ളതാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് ഒന്നാമത്തെ കാര്യം, നെൽക്കോ ഈസ് ബേസിക്കലി B2B ബിസിനസ് പ്ലെയർ, വേറാസ് സ്റ്റാർലിങ്ക് ഈസ് ബേസിക്കലി B2C ബിസിനസ് പ്ലെയർ എന്നാണ്. അതുപോലെ നെൽക്കോന് ലിമിറ്റഡ് കവറേജ് ആണ്, ഇന്ത്യ പോലുള്ള രാജ്യത്ത് മാത്രമേ ഉള്ളൂ. പക്ഷേ സ്റ്റാർലിങ്ക് ഈ 16,000 തൊട്ട് 18,500 സാറ്റലൈറ്റ്സ് വെച്ചിട്ട് ഗ്ലോബൽ അവർക്ക് കവറേജ് കൊടുക്കാൻ ദാറ്റ്സ് എ മച്ച് മോർ ബിഗർ പ്ലെയർ എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, ഈ നെൽക്കോ സ്വന്തമായിട്ട് സാറ്റലൈറ്റ് ഓൺ ചെയ്യാത്തത് കാരണം അവരുടെ ബിസിനസ് അസറ്റ് ലൈറ്റ് ആണ്, വളരെ അസറ്റ് ലൈറ്റ് ആണ്. എന്നാൽ മറ്റവർക്കോ
സ്റ്റാർലിങ്ങിന് ബില്യൺസ് ഓഫ് ഡോളേഴ്സിന് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ അത് രണ്ടും വ്യത്യാസം വരുന്ന നെൽക്കോന് ചീപ്പ് റേറ്റിൽ കൊടുക്കാൻ പറ്റും, മറ്റവർക്ക് ഹയർ റേറ്റിൽ മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നെൽക്കോ വിസാറ്റ് ബേസ്ഡ് ആണ് എന്നുള്ളതാണ്. എന്നാൽ സ്റ്റാർലിങ്ക്, റിലയൻസ് ജിയോ, SES, വൺ വെബ്, ഭാരതി എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന പോലെ ലോവർ എർത്ത് ഓർബിറ്റ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ആണെന്ന് എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഇവരുടെ സർവീസസ് രണ്ടും തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. എന്നാൽ ചില രീതിയിൽ ബിസിനസ് ഡൈനാമിക്സിൽ അല്ലെങ്കിൽ ബിസിനസിൻ്റെ ആ ഒരു സ്ട്രക്ചറിൽ വ്യത്യാസമുണ്ട്. എന്നാൽ നെൽക്കോൻ്റെ ഒരു ക്ലോസസ്റ്റ് കോമ്പീറ്ററായിട്ട് ഹ്യൂസ് ടെലികോമിനെ വേണമെങ്കിൽ നമുക്ക് പറയാമെന്നുള്ളത്. ടാറ്റ കമ്പനിയാണ്, അസറ്റ് ലൈറ്റ് ആണ്, റവന്യൂസ് 310 കോടിയാണ്, നെറ്റ് പ്രോഫിറ്റ് 9.5 തൊട്ട് 10 കോടി വരെ ഉണ്ട്. ഇവർ 870 റുപ്പീസാണ് മാർക്കറ്റ് പ്രൈസ്, മാർക്കറ്റ് ക്യാപ്പ് 1986 കോടിയാണ്. ഈ ടാറ്റയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു വെക്കാം. ടാറ്റയെക്കുറിച്ച് നമ്മളൊരു സ്പെഷ്യൽ പ്രോഗ്രാം നമ്മുടെ ദീപാവലിക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. ടാറ്റ കമ്പനി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വിശ്വസനീയമായ ഒരു ഗ്രൂപ്പാണ് എന്ന് തന്നെയാണ്, ചില ആംഗിളിൽ കൂടെ നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. എന്നാൽ ടാറ്റയുടെ മറ്റൊരു മുഖം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ സ്പെഷ്യൽ ഷോ, ദീപാവലി സ്പെഷ്യൽ ഷോ ആയിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നു എന്ന് മാത്രം. ഈ പ്രോഗ്രാമിൽ അവതരിപ്പിച്ച ഒറ്റ സ്റ്റോക്സും ഒരു റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ അഡ്വൈസോ അല്ല, വെറും അക്കാഡമിക് പർപ്പസിന് വേണ്ടി മാത്രമാണ്. നിങ്ങളുടെ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് ഒരു രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറിന്റെ, സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറിന്റെ ശിക്ഷണത്തിൽ മാത്രം ചെയ്യാമെന്ന് പറഞ്ഞു വയ്ക്കുന്നു. ഏതായാലും ഇന്നത്തെ ഒരു ഓപ്പണിംഗ് അവറിന്റെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസിസും ഒക്കെ ആയിട്ട് വരുന്ന മണിക്കൂറിൽ ഞങ്ങൾ റിസർച്ച് ടീം നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. സ്റ്റേ ട്യൂൺഡ്.